വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും താഴെയിറക്കി വിനീതരെ ഉയർത്തി വിശക്കുന്നവരെ വിശ്വവിഭവം കൊണ്ട് സംതൃപ്തരാക്കി. സെൻറ്റ് മേരീസ് കത്തീഡ്രലിലാണ് പരിശുദ്ധ അമ്മ സഹനത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ ഒരു മാതൃകാ ദീപമായി പരിശുദ്ധ മറിയം നിൽക്കുകയാണ്. അമ്മ ഒത്തിരിയേറെ ധ്യാനചിന്തകൾക്ക് വിധേയ ആകേണ്ടവളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോ കുരിശിൽ തന്ന അവസാന സമ്മാനമാണ് അമ്മ. അവസാനത്തെ സമ്മാനമാണ്. അതുകൊണ്ടാണ് ഈ അമ്മയെ പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേം 4-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച വാക്കാണ് രണ്ടാമത്തെ ഹൗവ. ഒന്നാമത്തെ ഹൗവ ഏദനിലെ ഹൗവ, രണ്ടാമത്തെ ഹൗവ നസ്രത്തിലെ മറിയം. ഒന്നാമത്തെ ഹൗവ കെട്ടിയവനോടോ മക്കളോടോ ദൈവത്തോടോ ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല. ഹൗവ വർത്തമാനം പറഞ്ഞതായി ബൈബിളിലില്ല. അഥവാ മിണ്ടിയാൽ തന്നെ പിശാചിനോടായിരിക്കും ഇപ്പം പറിക്കണോ, നാളെ രാവിലെ 9:30 പറിച്ചാൽ മതിയോ, ആകെ സംസാരിച്ചത്. പക്ഷേ രണ്ടാമത്തെ ഹവയായ മറിയം 3 പേരോട് സംസാരിച്ചു. 1 ദൈവത്തോട്, 2 ദൈവദൂതനോട്, 3 ദൈവപുത്രനോട്. ഇതാണ് അമ്മ. ദൈവത്തോടും ദൈവദൂതനോടും ദൈവപുത്രനോടും മറിയം സംസാരിച്ചു. മാതാവ് ആദ്യവും അവസാനവും സംസാരിച്ചത് ദൈവകാര്യമാണ്. ആദ്യം മറിയം പറഞ്ഞ വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. അവസാനം പറഞ്ഞ വാക്ക് എൻ്റെ മോൻ പറയുന്ന പോലെ ചെയ്യ്, നീ പറയുന്ന പോലെ നടക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞു. അവസാനം പറയുന്നു എൻ്റെ മോൻ പറയുന്ന പോലെ ചെയ്യ്. ഇപ്പം പരിശുദ്ധ അമ്മയെ സഭയിൽ നമ്മൾ ഒത്തിരി വണങ്ങുന്നു, അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോ കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വലിയ ഒരു സ്ഥാനം കൊടുക്കുന്നു. കാരണം ക്രിസ്തു രഹസ്യങ്ങൾ 10 ആ 10 സാക്ഷ്യം വഹിച്ചത് മറിയം മാത്രമാണ്. ജീസസ് മിസ്റ്ററി, ക്രിസ്തു രഹസ്യങ്ങൾ 10. ദൈവത്തിൻ്റെ ഏകത്വം, ദൈവത്തിൻ്റെ ത്രിത്വം, മനുഷ്യാവതാരം, രഹസ്യജീവിതം, പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, പുനരുത്ഥാനം, മനുഷ്യവംശത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ക്രിസ്തു രഹസ്യം. ഇതിന് മുഴുവൻ മറിയം സാക്ഷ്യം വഹിച്ചു. പുൽക്കൂട്ടിൽ അമ്മയുണ്ടായിരുന്നു, കാനായിൽ അമ്മയുണ്ടായിരുന്നു, കുരിശിൻ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു, സെഹിയോൻ മാളികയിലും അമ്മ പ്രാർത്ഥന നയിച്ചു. അപ്പസ്തോല പ്രവൃത്തികൾ 1:15 എല്ലായിടത്തും അമ്മയുണ്ട്. അപ്പോൾ ഈ അമ്മയെ ഈശോ നമുക്ക് സമ്മാനമായിട്ട് തന്നു. അതുകൊണ്ടാണ് ഈ അമ്മയെക്കുറിച്ച് ഒരുപാട് പദപ്രയോഗങ്ങൾ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, ദാവീദിൻ്റെ ഗോപിണി, നമ്മൾ യാക്കോബിൻ്റെ ഗോപിണിയെ, വാഗ്ദാന പേടകമേ, ആകാശമോഷത്തിൻ്റെ വാതിലെ, ഇങ്ങനെയൊക്കെ പറയും. പലപ്പോഴും നമ്മളോർക്കും ചുമ്മാ മറിയത്തെക്കുറിച്ച് കുറേ വാക്കങ്ങ് പറയുക. നാട്ടിൽ പറയുന്ന പോലെ പല്ല് പൊങ്ങിയ അന്നമ്മേ, കൊഞ്ഞയുള്ള ചെന്നമ്മേ, തലയിൽ താരനുള്ള കുഞ്ഞുഞ്ഞമ്മേ, അങ്ങനെ പറയുന്നവല്ലല്ലോ. ലുത്തിനിയായിൽ പറയുന്ന ഓരോന്നിനും പഴയ നിയമ റെഫറൻസ് ഉണ്ട്. ലുത്തിനിയ തന്നെ നമുക്ക് 3-4 ദിവസത്തെ ധ്യാനപ്രസംഗത്തിനുണ്ട്. ഉദാഹരണം, എസെക്കിയേൽ പ്രവാചകന് ഒരു ദർശനം. ദൈവത്തിന് കടന്നു വരാൻ വേണ്ടി ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിൽ തുറന്നിട്ടു. ആ വാതിലിലൂടെ ദൈവം കടന്നു വരും. ദൈവത്തിന് കടന്നു വരാനുള്ള വാതിൽ മറിയത്തിൻ്റെ ഗർഭപാത്രം കൊണ്ട് വിളിച്ചു ആകാശമോക്ഷത്തിൻ്റെ വാതിലെ. പണ്ട് മോശ വാഗ്ദാന പേടകം ചുമന്ന് നദിയിലിറങ്ങുമ്പോൾ പെങ്ങളായ മീരിയാം വാഗ്ദാന പേടകത്തിലെ ദൈവ സാന്നിധ്യങ്ങളിൽ തുള്ളിച്ചാടി. പുതിയ നിയമത്തിൽ മറിയത്തിൻ്റെ വയറ്റിലെ ദൈവത്തെ കണ്ട്
എലിസബത്തിൻ്റെ വയറ്റിലെ യോഹന്നാൻ തുള്ളിച്ചാടി. അവൾ പറഞ്ഞു, വാഗ്ദാന പേടകമേ. പണ്ട് യാക്കോബിന് ഒരു ദർശനം. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് മുകളിലേക്കും കയറുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് മനുഷ്യനെ ദൈവത്തിലേക്കും അടുപ്പിക്കുന്ന ഗോപിണിയായപ്പോൾ മറിയത്തെ വിളിച്ചു യാക്കോബിൻ്റെ ഗോപിണി. എല്ലാവർക്കും അറിയാം അമ്മയ്ക്ക് വലിയ സ്ഥാനം. ഒരു അമ്മയും 6 വയസ്സുള്ള പെൺകുട്ടിയും കൂടി പരഞ്ഞാനും അസീസിയിൽ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്നു. ഈ പെൺകുട്ടി എൻ്റെ മുറി വന്നപ്പോൾ ഞാൻ അവൾക്ക് 2 ചെറിയ നാരങ്ങ മുട്ടായി തിന്നാൻ കൊടുത്തു. ആ മുട്ടായി ഞൊണഞ്ഞോണ്ട് അവൾ എന്നോട് ചോദിച്ചു, ജോസഫച്ച ഒരു സംശയം ചോദിച്ചാൽ മറുപടി പറയാവോ? നമ്മൾ ചോദിക്കുക. അച്ഛാ, ആകാശമോക്ഷമുണ്ടല്ലോ? ഉണ്ട്. അതിന് വാതിലുണ്ടല്ലോ? ഉണ്ട്. ആ വാതിൽ കഴിയുമ്പം പിന്നെ എന്നതാ? ഞാൻ പറഞ്ഞു, അപ്പസ്തോലന്മാരും രക്തസാക്ഷികളും. അല്ലച്ച, എഫ്സേ പിതാവും മാതാവും പോയച്ച, മരിച്ചുപോയ പൂർവികർ അറിയത്തിൽ ഉരുണ്ട് കളിക്കാതെ വെച്ചാൽ എന്നോട് ചോദിക്കുക, ഞാൻ പറയാം. നീ പറയടി. അവൾ പറയും, എൻ്റെ അച്ചോ, ആകാശമോക്ഷത്തിൻ്റെ വാതിൽ കഴിയുമ്പം പിന്നെ ഉഷകാല നക്ഷത്രമല്ലേ അതിന് പെണ്ണിന് ലുത്തിനിയ കാണാൻ പാടവാ, ലുത്തിനിയ കാണാൻ പാടം. ഈ പരിശുദ്ധി അമ്മ സഭയിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ ലൂക്കാസ് വിശേഷകൻ അവതരിപ്പിക്കുകയാണ്, അമ്മ ആനന്ദിച്ച അമ്മയാണ്. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മലയാളത്തിൽ 2 വാക്കുകൾ, സന്തോഷം, ആനന്ദം. ആനന്ദമല്ല സന്തോഷം, സന്തോഷമല്ല ആനന്ദം. സന്തോഷം പുറലോകം തരുന്നത്, ആനന്ദം ദൈവാത്മാവ് തരുന്നത്. സന്തോഷം പുറലോകം തരുന്നതാ. പുറലോകം തരുന്ന സന്തോഷത്തിന് സങ്കടം തരാനും പറ്റും. ഒരു കഷ്ണം വറുത്തമീൻ കൂട്ടുമ്പോൾ സന്തോഷം, എണ്ണ കനച്ചു പോയാൽ മനപ്രയാസം. എണ്ണ കനച്ചു പോയാൽ മനപ്രയാസം. പുത്തൻ തുണി ഉടുക്കുമ്പോൾ സന്തോഷം, ആണി കൊണ്ട് കീറിപ്പോയാൽ സങ്കടം. പുത്തൻ ചെരി വിടുമ്പോൾ സന്തോഷം, വള്ളി പൊട്ടിപ്പോയാൽ സങ്കടം. സന്തോഷം തരുന്നവർക്ക് സങ്കടം തരാൻ പറ്റും. പക്ഷെ ആനന്ദമോ, ആണി അടിച്ചാലും പാര പണിതാലും കുത്തുവാക്ക് കേട്ടാലും പുളിച്ച തരി വന്നാലും ആനന്ദം. അത് ലോകത്തിന് എടുത്തു മാറ്റാൻ പറ്റിയല്ല, ദൈവം തരുന്നതാണ്. രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ അവർ സന്തോഷിക്കുകയല്ല, അവർ ആനന്ദിച്ചു. മറിയം പറഞ്ഞു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. അമ്മ ആനന്ദിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവവചനത്തിന് അമ്മ കൊടുത്ത 4 പ്രത്യുത്തരങ്ങളാണ് അമ്മയെ ആനന്ദിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിന് മറിയം കൊടുത്ത 4 പ്രത്യുത്തരങ്ങൾ അമ്മയെ ആനന്ദിപ്പിച്ചു. 1, അമ്മ വചനം ശ്രവിച്ചു. മലയാളത്തിൽ 2 വാക്കുകൾ, കേൾക്കുക, ശ്രവിക്കുക. കേൾവിയല്ല ശ്രവണം, ശ്രവണമല്ല കേൾവി. കേൾവി രാഷ്ട്രീയ നേതാവിൻ്റെ മൈതാനപ്രസംഗം കേൾക്കാനുള്ളതാണ്. അച്ഛൻ്റെ ധ്യാനപ്രസംഗം ശ്രവിക്കാനുള്ളതാണ്. മുദ്രാവാക്യം വിളി കേൾക്കാനുള്ളതാണ്. ദൈവസ്തുതി ആരാധന ശ്രവിക്കാനുള്ളതാണ്. ചുമ്മാ കേൾക്കുന്നത് കേൾവി, പ്രാർത്ഥനാപൂർവം കേൾക്കുന്നത് ശ്രവണം. വെറുതെ കേൾക്കുന്ന കേൾവി, പ്രാർത്ഥനാപൂർവം കേൾക്കുന്നത് ശ്രവണം. പരിശുദ്ധ അമ്മ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് ആനന്ദം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ എത്രയോ കൺവെൻഷനുകൾ, എത്രയോ ധ്യാനമന്ദിരങ്ങൾ, എത്രയോ പേര് പങ്കെടുക്കുന്നു. പക്ഷേ കാര്യമായ ഒരു മാറ്റവും നമ്മുടെ നാട്ടിലില്ല. ഓരോ വർഷം തിന്മ പെരുകുന്ന ഇന്ത്യയിലെ ഒരു വലിയ സമൂഹമാണ് കേരളം. ഒരു കൺവെൻഷൻ പങ്കെടുത്തവർക്ക് മാത്രം മാറ്റം വന്നാൽ കേരളം മാറിയേനെയും. പക്ഷേ നമ്മൾ കേൾക്കാൻ പോകുന്നവരാണ്, ശ്രവിക്കാൻ പോകുന്നവരല്ല. വെറൈറ്റി നോക്കാൻ വേണ്ടിയാണ്. ആരുടെ പ്രസംഗമാണ് മെച്ചം? 80കളിൽ പോട്ടയ്ക്ക്, 90കളിൽ അട്ടപ്പാടി, 2000 അണക്കര, 2010 വന്നപ്പോഴത്തേക്ക് ദാനിയേലച്ചൻ. അതിനിടയ്ക്ക് ഞങ്ങൾ മറ്റു വൈദികരുടെ സാധാരണ മറ്റൊരുപാട് ധ്യാനങ്ങൾ. എല്ലാവരും പോയി നോക്കും, ഏതാ കൊള്ളാവുന്നു. മോഹൻലാലിൻ്റെ പടമാണോ മമ്മൂട്ടിയുടെ പടമാണോ മെച്ചം? ധ്യാനങ്ങളൊന്നും അത്രയേ ഉള്ളൂ. ചുമ്മാ കുറേ ആൾ കൂടുന്നു, കുറേ ബഹളം വെക്കുന്നു, പോകുന്നു. കോവിഡിന് ശേഷം ഒരു മങ്ങൽ വരാനും കാരണം അതുതന്നെയാണ്. ആൾക്കാർക്ക് തന്നെ തോന്നുന്നു ഒത്തിരി ബഹളങ്ങളിൽ വലിയ അർത്ഥമില്ല എന്നുള്ള ഒരാഴമേറിയ ചിന്ത ജനങ്ങളിലും വരുന്നുണ്ട്. ഇടവകയോട് ചേർന്ന് ശാന്തമായിരുന്നുള്ള ധ്യാനത്തിനാണ് ആഴം കൂടുതൽ. 2 കൂട്ടം ധ്യാനമുണ്ട്. ഒന്ന്
തിലാമഴ ധ്യാനം, 2 എടോപ്പാതി ധ്യാനം, 2 കൂട്ടമുണ്ട്. ഈ തിലാമഴയ്ക്ക് ഇത്ര ഓളിയോളം മൈക്കുണ്ടല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ആ കൊട്ട, പാട്ട്, ഓർഗൻ, തുള്ളൽ, ചാട്ടൽ, കൊര, ഗതപ്പ് ഇതെല്ലാം അത് തിലാമഴ ധ്യാനം. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പം അതിൻ്റെ പവർ പോയി. പക്ഷേ ഇടവപ്പാതി ധ്യാനമുണ്ട്. അത് പയ്യെ പയ്യെ മനസ്സിലേക്ക് പെയ്ത് ഇറങ്ങി വരും. അങ്ങനെ വന്നാലേ ക്രൈസ്തവ ആധ്യാത്മികത വളരൂ. ഇല്ലെങ്കിൽ ബഹളങ്ങൾ കൊണ്ട് തീർന്നു പോകും. എത്രയോ പേരുടെ നമുക്ക് വരുന്നു. അതുകൊണ്ടാണ് പലരും ധ്യാനം കേൾക്കാൻ പോകും, സെവിക്കാൻ പോകുന്നവരല്ല. സെവിക്കുമ്പോൾ ആനന്ദം വരും, സെവിക്കുമ്പോൾ ആനന്ദം വരും. കേൾക്കുമ്പോൾ വികാരം വരും, ആനന്ദം വരികയല്ല. അപ്പോൾ 1, അമ്മ വചനത്തെ സെവിച്ചു. 2, ശ്രവിച്ച വചനത്തെ അമ്മ സ്വീകരിച്ചു. അമ്മ വചനത്തെ സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വചനത്തെ സ്വീകരിച്ചു. നമ്മൾ വചനം ശ്രവിച്ചാൽ പോരാ, ശ്രവിച്ച വചനത്തെ സ്വീകരിക്കണം. ഈ നാളുകളിൽ ഒരുപാട് പേരിലൂടെ ഞങ്ങൾ ഒത്തിരി നല്ല ചിന്തകൾ ശ്രവിച്ചു പോകുന്നവരാണ്. അങ്ങനെ ശ്രവിക്കുമ്പോൾ അതിൽ നിന്നും സ്വീകരിക്കണം. സഹനത്തെക്കുറിച്ച് ആദ്യ മണിക്കൂറിൽ ശ്രവിച്ചവർ സഹനം വരുമ്പോൾ മുറുമുറുക്കാതെ സ്വീകരിക്കാൻ പഠിക്കണം. മാതാവിനെക്കുറിച്ചുള്ള ചിന്ത ശ്രവിക്കുന്നവർ അല്പം കൂടെ മരിയ ഭക്തിയിൽ, ജപമാലയിൽ, മരിയൻ ഭക്തിയിൽ വളരണം. എങ്കിലേ ധ്യാനത്തിന് അർത്ഥമുള്ളൂ. സ്വീകരിച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രവിക്കും, പക്ഷെ സ്വീകരിക്കാൻ മടി. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പം ചില ആൾക്കാർ ഇരിപ്പ് കണ്ടാൽ തോന്നും, ഞാൻ ഈ നാട്ടുകാരനല്ല, ഈ നാട്ടുകാരിയല്ല, ഇത് വേറെ ആർക്കോ ഉള്ളതാണ്. ചിലവർക്കും അച്ഛൻ ഈ പറയുന്ന കാര്യം കേൾക്കേണ്ട പല അവന്മാരും അവളുമാരും വന്നില്ലല്ലോ, നമുക്ക് കേൾപ്പിക്കാനാണ് ഇഷ്ടം. ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയും, അച്ഛൻ്റെ ഭാഷയിൽ കടുപ്പത്തിലൊന്ന് പറയണം, പിള്ളേർ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. യൂത്ത് പറയും, അച്ഛൻ കടുപ്പത്തിൽ പറയണം, കാരണന്മാർ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും മറ്റുള്ളവരെ കേൾപ്പിക്കാനാണ് ഇഷ്ടം. ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ മാറി. കറങ്ങുന്ന ഫാന്, നരകുന്ന കസേര, കരയുന്ന പിള്ളേർ, കുരയ്ക്കുന്ന പട്ടി, മാറി മാറി നോക്കുക. അപ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു, സത്യമായി ഞാൻ പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും, ഇത് സത്യം. എല്ലാവരും തല കുനിച്ചിരുന്നു. ഏറ്റവും പ്രായമുള്ളവർ അങ്കിൾമാരും ആൻറ്റിമാരും ഊറിച്ചിരിച്ചു. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അധികം താമസിയാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുണ്ട് ചരിച്ച് കുത്തി, ബട്ടൺസ് തുറന്ന് ഞെളിഞ്ഞൊരിരിപ്പും ഒരു ചിരിയും. അച്ഛന് തോന്നി പറഞ്ഞത് പിടികിട്ടിയില്ല. അച്ഛൻ പറഞ്ഞു, ശ്രദ്ധിച്ച് കേട്ടോണം, സത്യമായി പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരെ നിങ്ങളെല്ലാം മരിക്കും. എല്ലാവരും ഒന്നുകൂടെ കുനിഞ്ഞിരുന്നു. അവൻ ഞെളിഞ്ഞിരുന്നു. കുർബാന കഴിഞ്ഞു. തിരുവസ്ത്രങ്ങൾ ഊരിയിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും തലയും കുനിച്ച് പോവുക. ഇത്രയും കട്ടിപ്പിടിച്ച വാക്ക് അച്ഛൻ പറഞ്ഞല്ലോ. ഇവൻ അച്ഛനെ കണ്ട പാടെ മുണ്ട് അല്പം കൂടി അതിർത്തി ലംഘിച്ച് പൊക്കിക്കുത്തി ഷർട്ടിൻ്റെ ബട്ടൺസും പെടുത്തി ഞെളിഞ്ഞൊരു നടപ്പ്. അച്ഛൻ തോളി തട്ടി പറയും, സ്നേഹിത, ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരെ നിങ്ങളെല്ലാം മരിക്കും. നീ എന്താ ചിരിച്ചുകൊണ്ട് പോകുന്നു? അവൻ, അച്ഛാ, ഞാൻ ഈ ഇടവക്കാരനല്ല, അടുത്ത വെള്ളിയിൽ നിന്ന് കുർബാന കാണാൻ വന്നയാൾ, എന്നെ ബാധിക്കുന്ന പ്രശ്നവുമില്ല. ഞാൻ ഈ പള്ളിക്കാരനല്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നവുമില്ല. പലപ്പോഴും നമുക്ക് തോന്നും ഇതെനിക്കുള്ളതല്ല. എനിക്കുള്ളതായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ആനന്ദം. 1 ശ്രവിച്ചു, 2 സ്വീകരിച്ചു, 3 ധ്യാനിച്ചു. ബൈബിളിൽ 2 വാക്ക്, യോഹന്നാൻ ആവർത്തിക്കുന്ന വാക്ക് ഓർത്തു, ലൂക്ക ആവർത്തിക്കുന്ന വാക്ക് സംഗ്രഹിച്ചു. 2ൻ്റെ അർത്ഥം ധ്യാനിച്ചു. യോഹന്നാൻ ഓർത്തുവെന്നും ലൂക്ക സംഗ്രഹിച്ചു എന്നും പറയുമ്പോൾ അർത്ഥം ഒന്നേ ഉള്ളൂ, ധ്യാനിച്ചു. മറിയം മാലാഖ പറഞ്ഞ ദൂത് ഹൃദയത്തിൽ ധ്യാനിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവം തരുന്ന വ്യക്തികളിലൂടെ ലഭിക്കുന്നതെല്ലാം ധ്യാനിക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിൽ മാറ്റേണ്ട മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അതെന്താണോ അത് വ്യക്തിപരമായി നമ്മൾ ചെയ്യണം, ധ്യാനിക്കണം. പലപ്പോഴും നമ്മൾ കേട്ടേച്ച് പോവുകയുള്ളൂ, ധ്യാനിക്കത്തില്ല. ശരിക്കും ധ്യാനിച്ചാൽ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം പള്ളിയിൽ കൂടും. പലപ്പോഴും 10,000-10,000 പേരൊക്കെ വന്ന് ധ്യാനം കൺവെൻഷന് കൂടിയാലും പള്ളിയിലെ കുർബാനയ്ക്ക് 4-3-7 പേര്. ഒരു ധ്യാനത്തിൻ്റെ വിജയം ആ ദിവസങ്ങളിലെ ഓളമല്ല, ധ്യാനം കഴിഞ്ഞ്
എൻ്റെ ഇടവപ്പള്ളിയിൽ ആൾക്കാരോട് ചേർന്ന് എത്ര പേര് കൂടുവോ അവിടെയാണ് ധ്യാനത്തിൻ്റെ വിജയം. പലരും വരും, ആ ദിവസം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരാറില്ല. ഒരു പള്ളിയിൽ അണ്ണാൻ്റെ ഭയങ്കര ശല്യം. അണ്ണാൻ പള്ളിയിൽ കയറി കയറ്റുവാ വെട്ടി, കാർപ്പറ്റ് വെട്ടി, കയറി അൾത്താരവരി വെട്ടി, കുർബാനക്കുപ്പായം വെട്ടാൻ തുടങ്ങിയപ്പം പ്രായമുള്ള വികാരിയച്ഛന് അരിശം വന്നു. അച്ഛൻ മിഷിലീഗ് മുതൽ പിതൃവേദി വരെയുള്ള 100 പേരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അച്ഛൻ പറഞ്ഞു, അണ്ണാൻ്റെ അറ്റാക്ക് അസഹ്യം, ഈ അണ്ണാൻ്റെ വരവ് നിൽക്കാൻ എന്താ ചെയ്യേണ്ടത്? പിള്ളേർ പറഞ്ഞു, തെറ്റാലി മേടിച്ചു തന്നാൽ ഞങ്ങൾ തെറ്റി കൊന്നോളാം. ആൺപിള്ളേർ പറഞ്ഞു, ഏറുകണ്ട് തന്നാൽ വെടിവെച്ച് കൊന്നോളാം, ഏറുകണ്ട് തന്നാൽ വെടിവെച്ച് കൊന്നോളാം. കാരണന്മാർ പറഞ്ഞു, അടിച്ച് മയക്കി ചാക്കി കെട്ടി കടലിൽ കൊണ്ട് എറിയാം, അണ്ണാൻ്റെ വരവ് നിർത്താം. അപ്പോൾ പ്രായമുള്ള അങ്കിൾ 80 വയസ്സ് പ്രായം വരും. അദ്ദേഹം പറഞ്ഞു, വെടിവെച്ചാലോ വിഷം കൊടുത്താലോ തെറ്റിയാലോ അണ്ണാൻ്റെ വരവ് നിൽക്കുകയില്ല. അണ്ണാൻ്റെ വരവ് നിൽക്കാൻ എൻ്റെ 80 വർഷത്തെ അനുഭവത്തിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ അണ്ണാൻ്റെ പള്ളിയിലുള്ള വരവ് നിൽക്കാൻ. എന്താണ് എല്ലാവരും ചോദിച്ചു. ഈ അങ്കിൾ പറഞ്ഞു, എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോദീസ മുക്കുക, പിന്നെ വർഷത്തിൽ 3 പ്രാവശ്യമേ അണ്ണാൻ പള്ളി വരുള്ളൂ. ക്രിസ്മസ്, ദുഃഖവെള്ളി, ഉയർപ്പ്. നമ്മൾ പറയും, ചില മനുഷ്യരില്ലേ, ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ, അവരെ വിളിക്കുന്ന വാക്കാണ് ECG കത്തോലിക്കൻ എന്നാണ് പറയുക. ഈ 3 പ്രാവശ്യമേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ധ്യാനം കൂടി അത് സ്വീകരിച്ച് ധ്യാനിച്ച് കഴിയുമ്പം കുർബാനയ്ക്ക് പള്ളി പോകണം. അതാണ് ധ്യാനത്തേക്കാൾ പ്രധാനം. കുർബാനയിൽ ഇടയനോടൊത്ത് അജഗണം അൾത്താരിന് തമ്മിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് ധ്യാനത്തിൻ്റെ വിജയമെന്ന് പറയുക. ഇപ്പം ധ്യാനിച്ചു. 4 മാംസം ധരിച്ചു. 4 മാംസം ധരിച്ചു. എന്താ മാംസം ധരിക്കുക? സെവിച്ച വചനത്തെ പ്രവൃത്തിയെ കൊണ്ടുവന്നു. നമ്മൾ മാതാവിനെക്കുറിച്ച് സെവിക്കുന്നു. ഇന്നു മുതൽ മരിയഭക്തിയിൽ കൊന്ത ചെല്ലുമ്പോൾ വചനം മാംസം ധരിച്ചു. കുരിശുകളും സഹനങ്ങളും നൊമ്പരും വരുമ്പം പെറുവെറുപ്പില്ലാതെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വചനം മാംസം ധരിച്ചു. വചനം മാംസം ധരിച്ചു. അപ്പോൾ ഇവിടെയാണ് ജീവിതത്തിൽ വചനം മാംസം ധരിക്കുക. അവിടെ അമ്മ ആനന്ദിച്ചു. ഈ അമ്മ, പരിശുദ്ധ അമ്മ, മംഗളവാർത്തയിൽ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നന്മ നിറഞ്ഞവളെ സ്വസ്തി. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഒരാളെ ബഹിരാകാശത്തേക്ക് വിട്ടത് ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥയായ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. യുഎന്നോടെ രേഖകളിൽ പറയും, 3 പെണ്ണുങ്ങളാണ് ലോകത്തെ സ്വാധീനിച്ച പെണ്ണുങ്ങൾ. 1 ഇംഗ്ലണ്ടിൽ മാർഗരറ്റ് താച്ചർ, ഇസ്രയേലിൽ ഗോൾഡ മേയർ, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി. അവരാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചു. 1980 രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശ പേടകത്തിലിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക കേബിൾ ഫോണിലൂടെ രാകേഷിനോട് സംസാരിച്ചു. എന്നിട്ട് ചോദിച്ചു, രാകേഷ്, ഹമാരാ ഭാരത് കൈസേ, നമ്മുടെ ഇന്ത്യ കണ്ടാൽ എങ്ങനെയുണ്ട്? രാകേഷ് ശർമ്മ ബഹിരാകാശ പേടകത്തിൻ്റെ കിളിവാതിലൂടെ ഭൂമിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാഡം, ഹമാരാ ഭാരത് സാരേ ജഹാംസേ അച്ച, നമ്മുടെ ഇന്ത്യ ലോകത്ത് കാണാൻ ഏറ്റവും ഭംഗിയുള്ളതാണ്. 2025 വർഷം മുമ്പ് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞു, എനിക്ക് മനുഷ്യനായി മാംസം ധരിക്കാൻ ശുദ്ധിമതിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമുണ്ട്. അങ്ങനെ വിശുദ്ധിയുള്ള ഒരു പെണ്ണുണ്ടോ നോക്ക്. ഗബ്രിയേൽ സ്വർഗത്തിൻ്റെ കിളിവാതിലൂടെ നോക്കുമ്പോൾ നസ്രത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മറിയത്തെ കണ്ടു. മറിയത്തെ കണ്ടിട്ട് ഗബ്രിയേൽ ഹിന്ദി തന്നെ പിതാവായ ദൈവത്തോട് മറുപടി പറഞ്ഞു കാണും, മേരി സാരേ ജഹാംസേ അച്ച, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. അമിത്ഷാ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ യൂണിറ്റ് ഉണ്ടാകാൻ എല്ലാവരും ഹിന്ദി പറയണം. ഹിന്ദി പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു യൂണിറ്റി ഉള്ളൂ. അത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു, വടക്കേന്ത്യക്കാരെ മുഴുവൻ ഇങ്ങോട്ട് വിട്ടു. എവിടെ നോക്കിയാൽ ഹിന്ദിക്കാരേ ഉള്ളൂ. മുട്ടിയിട്ട് നടക്കാമെന്നല്ല, ഭക്ഷണമാണേലും ബസ്സിൻ്റെ ബോർഡിലെല്ലാം ഈ ഹിന്ദിക്കാരൻ്റെ ഭാഷ രീതിയിലേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പല അമ്മച്ചിമാരും ഒക്കെ ഇന്ന് റിട്ടയർഡ് ഹിന്ദി മാഷുമാർ പ്രായമുള്ള ആൻറ്റിമാർക്ക് ഹിന്ദിയിൽ ട്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മിനിമം ഹിന്ദി ജാർഖണ്ഡ് ഒറീസക്കാരോട് അമ്മച്ചിക്കും പറയണ്ടേ. ഇപ്പോൾ സാരമാർ അമ്മച്ചി മേം ആദ്യം വന്നാൽ അവസാനം എന്നാ വെക്കും ഹും പേര് പറ, മേരാ നാം അന്നമ്മ ഹും. തും വന്നാൽ എന്നാ വെക്കും ഹോ, തും കോൻ ഹോ, മേ അന്നമ്മ ഹും. ഇപ്പം മേം വന്നാൽ ഹും, തും വന്നാൽ ഹോ, ആപ്പ് വന്നാൽ എന്നാ വെക്കും
സാറന്മാർ ഞങ്ങളും അതുപോലെ തിരിച്ചു വെക്കും. ഇതാണിന്ന് ഇപ്പോൾ ഹിന്ദിയുടെ ലോകം. ഒരുത്തൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു തമിഴൻ ഡൽഹി കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ തമിഴിന് തമിഴല്ലാതെ ഒന്നും അറിയത്തില്ല. ടാക്സി ഡ്രൈവർക്കാണെങ്കിൽ ഹിന്ദി അല്ലാതെ ഒരു വാക്കും അറിയത്തില്ല. ഈ തമിഴൻ എല്ലാ ആക്ഷനും കാണിച്ച് ഹിന്ദിക്കാരോട് ചോദിച്ചു, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ, നിനക്ക് ഇന്ത്യ ഗേറ്റ് അറിയാവോ? അവന് മനസ്സിലായി ഇന്ത്യ ഗേറ്റ് നിൻ്റെ അമ്മയാണോ. ഇന്ത്യ ഗേറ്റ് തേരിയുമ അവന് മനസ്സിലായത് എങ്ങനെ? അവൻ പറഞ്ഞു ഇന്ത്യ ഗേറ്റ് തേരിയുമ കുത്തപ്പനാർ തേരാ ബാപ്പാന്നും പറഞ്ഞ് അവനെ ഓടിച്ചെന്നാണ്. ഇവിടെയാണ് മേരി സാരേ ജഗാംസി അച്ഛ, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. ഇതായിരുന്നു മംഗളവാർത്ത. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മറിയം ഒരു കാര്യം ഈ രാത്രിയിൽ നിങ്ങളോടെല്ലാവരോടും പറയുന്നുണ്ട്. മാതാവ് എന്തിനു വേണ്ടി ലോകത്തിൽ വന്നത്? മാതാവ് വന്നത് 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന്, നമ്മുടെ ആവശ്യം ഈശോയോട് പറയാൻ. കാനായിൽ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. 2, ദൈവത്തിൻ്റെ മനസ്സ് നമ്മോട് പറയും, അവൻ പറയുന്ന പോലെ ചെയ്യും. ഇതാണ് മറിയം ചെയ്യുക. നമ്മുടെ ആവശ്യം പിതാവിനോടും ദൈവത്തിൻ്റെ മനസ്സ് മനുഷ്യരോടും പറയും അമ്മ. എന്നിട്ട് ഈ അമ്മ ഒരു കാര്യം പറയുകയാണ്. അമ്മ പറയുന്നു, എല്ലാം തീർന്നിട്ട് ഒരു നല്ല കാലം വരികയില്ല, ഉള്ള കാലത്ത് നന്നായി ജീവിച്ചോണം. എല്ലാം കഴിഞ്ഞിട്ട് ഒരു നല്ല കാലം വരികയില്ല. കൊറോണ വൈറസ് മൊത്തം മാറിയിട്ട് ഒന്നേന്ന് തുടങ്ങാമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പല രൂപത്തിൽ അത് വന്നുകൊണ്ടിരിക്കും. മഴക്കാലം കഴിയുമെന്ന് പറയുമ്പം വരൾച്ച കഴിയുമെന്ന് പറയുമ്പം മഹാപ്രളയം എന്തേലും വരും. എല്ലാം തീർന്നിട്ടൊരു നല്ല കാലമില്ല, ഉള്ള കാലത്ത് ആകാൻ നോക്കി നമ്മൾ നന്നായിട്ട് ചെയ്യണം. ചില മനുഷ്യരുണ്ട് എപ്പോഴും പരാതിക്കാരാ. 10 കിൻഡിൽ കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തൊടിനെ കുറിച്ച് കരയുന്ന മനുഷ്യരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം 2 ആൽബങ്ങളാണ്. ചങ്ങനാശ്ശേരിയിലും പരിസരത്തുള്ള നിങ്ങളുടെ വീടുകളിൽ 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, 2 ദുഃഖത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബം പരീക്ഷയിൽ നല്ല റിസൾട്ട് കിട്ടിയപ്പം കുഞ്ഞിന് കിട്ടിയ സ്വീകരണത്തിൻ്റെ ഫോട്ടോ, ഹൗസ് വാമിങ്ങിൻ്റെ ഫോട്ടോ, ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ ഫോട്ടോ, ബിട്രോത്തലിൻ്റെ ഫോട്ടോ, വിവാഹത്തിൻ്റെ ഫോട്ടോ. സന്തോഷത്തിൻ്റെ ആൽബം. തൊട്ടപ്പുറത്ത് ദുഃഖത്തിൻ്റെ ആൽബം. അമ്മയുടെ അപ്പൻ്റെ ശവടക്കിൻ്റെ ഫോട്ടോ, അപ്പൻ്റെ അമ്മയുടെ ശവടക്കിൻ്റെ ഫോട്ടോ. വണ്ടി അപകടത്തിൽ കയ്യും കാലും പൊടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് കാഷ്വാലിറ്റി കിടന്നപ്പം എടുത്ത ഫോട്ടോ, ആ ദുഃഖത്തിൻ്റെ ആൽബം. ചിലരെന്നും ദുഃഖത്തിൻ്റെ ആൽബം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തിൻ്റെ ആൽബത്തെ കൂടെ നോക്കണം. ഇതാണ് എല്ലാ വേദനയുടെയും നടുവിൽ ആനന്ദിക്കുന്ന അമ്മ പറയും. നൊമ്പരമൊക്കെ ഉണ്ട്, അതിനിടയിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റണം. 50 വയസ്സുള്ളൊരു സ്ത്രീ 15 വയസ്സുള്ള മോനെയും കൊണ്ട് കൗൺസിലിങ്ങിന് ആശ്രമത്തിൽ എൻ്റെ അടുക്ക് വന്നു. ഈ സ്ത്രീയാണെങ്കിൽ കരിക്കട്ട പോലെ കറുത്ത് മുഖം ഇടിമിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, മുഖത്ത് ദുഃഖഭാവമാണ്. ഞാൻ ചോദിച്ചു എന്നാ ഉണ്ട്? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു കറുപ്പ് മോശം നിറവാണ്. ഞാൻ പറഞ്ഞല്ല, കോഫി എന്നൻ കർമ്മനല്ലേ? അതെ. ആഫ്രിക്കക്കാരും വെസ്റ്റ് ഇൻഡീസുകാരും കർമ്മനല്ലേ? അതെ. അവിടെയൊക്കെ കറുപ്പൊരു ഭാഗ്യം, എൻ്റെ കറുപ്പൊരു ശാപം. അതെന്താ? ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക. കെട്ടിയവൻ വിളിച്ചു മുതുകാക്ക. ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. ഈ വിളി കേട്ടു മടുത്തു. നമ്മടാ നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ പത്തി തോറ്റുപോവും, ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല. കണ്ണുരുട്ടി അവനെ വിരട്ടി വിട്ടു. പിന്നെ അവൻ പറഞ്ഞ് മേലിൽ വിളിക്കുകയില്ല. 5-6 മാസത്തേക്ക് വന്നില്ല. 6 മാസം കഴിഞ്ഞു മധ്യവേനൽ അവധിക്ക് ഈ അമ്മ ഈ മോനെയും കൂട്ടി വന്നു. മുഖം പൂർവാധികം ഇടിമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ ഉണ്ട്? ഓ എന്നാ പറയാനാ വെച്ചാൽ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു കാക്ക പിന്നെയും പ്രശ്നമല്ലുണ്ടാക്കിയോ? ഓ എന്നാ പറയാനാ വെച്ചാൽ ഞാൻ പറഞ്ഞു കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കുക, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചോടാ? വിളിക്കുക എന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ. പിന്നെ അമ്മയുടെ സങ്കടം അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക എന്നാ സങ്കടമെന്ന്. ഞാൻ പറഞ്ഞു കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ ആൻറ്റിക്ക് എന്നാ സങ്കടം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ചോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കേണ്ട, പിന്നെ എപ്പോഴല്ല എന്നോട് അരിശം വരുമോ? അരിശം വരുമ്പോഴൊക്കെ ഇവനെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം, ഇങ്ങനെ കാണിക്കും. ജീവിതം ഇങ്ങനെ
ചിലപ്പോൾ എല്ലാം നന്നായിട്ട് കെട്ടിയവൻ ഇങ്ങനെ കാണിക്കും, ചിലപ്പം ഭാര്യ ഇങ്ങനെ കാണിക്കും, ചിലപ്പോൾ മക്കൾ കാണിക്കും. അത് നോക്കി ജീവിതം വിങ്ങുകയല്ല, അതിൻ്റെ നടുവിലും നേരെ ജീവിച്ചു പോവുക. ഏത് തകർച്ചയുടെ നടുവിലും നേരെ ജീവിച്ചു പോവുക. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് അമ്മ പഠിപ്പിച്ച പാഠം. ഈ അമ്മ ആനന്ദിച്ചതിന് ലൂക്കാ സുവിശേഷകൻ 5 കാരണങ്ങൾ പറയുന്നു. അതിലേക്ക് നമുക്ക് അല്പം ആഴമായിട്ടിറങ്ങാം. പരിശുദ്ധമേ ആനന്ദിച്ചതിന് ലൂക്കാ സുവിശേഷകൻ 5 കാരണങ്ങൾ പറയും. 1, ദൈവം തൊട്ട ജീവിതം. ലൂക്കാ 1:26 മുതലുള്ള വാക്യങ്ങൾ. ദൈവം തൊട്ട ജീവിതം, ദ ടച്ച് ഓഫ് ഇറ്റേണിറ്റി. നിത്യത നശ്വരതയെ സ്പർശിച്ചു. ദൈവം തൊട്ട ജീവിതം. ഗബ്രിയേൽ മാലാഹ മംഗളവാർത്ത കൊടുത്തപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ മറിയത്തെ ദൈവം തൊട്ടു കഴിഞ്ഞപ്പോൾ അമ്മ ആനന്ദിച്ചു. ഒരാളെ ദൈവം തൊടുമ്പോൾ പിന്നെ ആൾക്ക് സങ്കടമില്ല, ഒന്നിനും ഒരു സങ്കടവുമില്ല. ദൈവം തൊട്ടോ ദൈവികമാ ആനന്ദത്തിലേക്ക് വരും. ദൈവം തൊട്ടില്ലല്ലോ കുർബാനയ്ക്കൊക്കെ പോയാലും പിണക്കവും വൈരാഗ്യവും വാശിയും അതുപോലിരിക്കും, വിദ്വേഷവും പകയും അതുപോലിരിക്കും. ഒരു ചാക്കോച്ചേട്ടനും ഏലിയാമ്മച്ചേട്ടത്തിയും 2 പേരും നല്ലവരാ, പക്ഷേ പെട്ടെന്ന് അരിശം വരും. അരിശം വന്നാൽ 1 മാസം വരെ 2 പേരും പിണങ്ങിയിരിക്കും. പിണങ്ങിയിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ 7:30 ഏലിയാമ്മച്ചേട്ടത്തി പള്ളി കുർബാനയ്ക്ക് പോയി. ചാക്കോ ആ സമയത്ത് പ്ലാവേ കയറി ചക്കയിടുക, പോത്തിറച്ചിയും കൂട്ടി ചക്ക പുഴുങ്ങി തിന്നാം. ഏലിയാമ്മ വരുമ്പം വെട്ടി കീന്തി അത് വേവിച്ചോടും. എങ്ങനോ ചക്ക വെട്ടിയിട്ടപ്പം ലക്ഷ്യം തെറ്റിപ്പോയി. ചാക്കോ വരുന്ന കമ്പേ വീണു. ചക്കയും ചാക്കോയും കൊമ്പും കൂടി ഒടിഞ്ഞ് താഴെ വീണു. ചാക്കോടെ ഉപ്പൂറ്റി തന്നെ ഉളുക്കി തൊലി പൊട്ടി രക്തം വരാൻ തുടങ്ങി. ആൾക്കാർ ചാക്കോച്ചേട്ടനെ വാരിയെടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് കിടത്തി. കുറേ പേര് പള്ളിയിൽ ഓടിച്ചെന്ന് പറഞ്ഞു, ഏലിയാമ്മേ, ചാക്കോയ്ക്ക് മാരകമായ ക്ഷതം പറ്റിയിട്ടുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, പ്ലാവേന്ന് വീണു. അയ്യോ എൻ്റെ ചാക്കോ എന്നും പറഞ്ഞ് ഭാര്യ നെഞ്ചത്തിരിച്ച് ആശുപത്രി വന്നു. ഒരു ഗുളികയും 2 ഇഞ്ചക്ഷനും അല്പം മരുന്നും പറ്റിയപ്പം ചാക്കോച്ചേട്ടൻ്റെ വേദന പോയി. അതിന് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഏലിയാമ്മ ചേട്ടി അയ്യോ 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 ഈ ഇടി. ആൾക്കാർ പറഞ്ഞു, ചാക്കോയുടെ വേദന പോയല്ലോ, പിന്നെ എന്തിനാണ് നെഞ്ചത്തിരിച്ച് കരയുന്നത്? ഏലിയാമ്മ ചേട്ടി പറഞ്ഞു, വേദന പോയെന്ന് പറഞ്ഞാലും പ്ലാവേന്ന് വീഴുന്നത് കാണാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ സങ്കടമാണ്. അപ്പം നമ്മൾ എത്ര ഇരുന്നാലും ദൈവം തൊട്ടില്ലെങ്കിൽ എല്ലാ കുമ്പസാരവും കുർബാനയും ധ്യാനവും ഒക്കെ ഉണ്ട്, വാശിയും വൈരാഗ്യവും അതുപോലിരിക്കും. ദൈവം തൊടുമ്പോൾ പിന്നെ ആനന്ദിക്കാനേ പറ്റൂ. ആരോടും പിണക്കമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയുമില്ല. ദൈവം തൊട്ടോട് ഉറപ്പെന്താ? നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരതാമസക്കാരല്ല, കാവൽക്കാരാണ്. ഉൽപ്പത്തി 2:10. ആദം ഹൗവ നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാ, ഉടമസ്ഥരല്ല. ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ വിശ്വപ്രസിദ്ധമായ പുസ്തകം പ്രവാചകൻ, അതിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായ ദൈവമയച്ച അമ്പുകളാണ്. വില്ലിനെയും അമ്പിനെയും വില്ലാളി സ്നേഹിക്കുന്നു. നമ്മൾ പറയും സൂക്ഷിപ്പുകാരും കാവൽക്കാരും. ഭർത്താവിനെ 7 8 പതിറ്റാണ്ട് സൂക്ഷിച്ചിട്ട് ഭാര്യയെ ഇട്ടിട്ട് പോകണം, ഭാര്യയെ ഭർത്താവ് ഇട്ടിട്ട് പോകണം, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകണം. അതുകൊണ്ടാണ് വീട് എന്നതിൻ്റെ ദ്രാവിഡ പദത്തിൻ്റെ മൂലാർത്ഥം എന്താണ്? വിട്ടേച്ച് പോകുന്ന സ്ഥലം. വിട്ടേച്ച് പോകുന്ന സ്ഥലം സമം വീട്. നമ്മൾ അവസാനം പാടുന്ന പാട്ടെന്താ? വിടവാങ്ങുന്നൻ, വിട്ടേച്ച് പോവുക. നമ്മൾ മരിക്കുമ്പോഴേ അറിയാം നമ്മൾ സ്വന്തമല്ലല്ലോ. ശവമായി കഴിഞ്ഞാൽ പിന്നെ പെരക്കകത്ത് കയറ്റിയില്ല, മുറ്റത്ത് പന്തലിൽ ഇങ്ങനെ കിടത്തും. എന്നാൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നുകൂടെ പെരക്കകത്തെ കട്ടിൽ കാണിക്കാവുന്ന ആരെങ്കിലും കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഇമ്മ വാടക വീട്ടിലെ താമസക്കാർ ഇട്ടിട്ട് പോവും, വിട്ടിട്ട് പോവും, ഒന്നും സ്ഥിരമല്ല. എത്ര സമ്പന്നനാണെങ്കിലും എത്ര സാധുവാണെങ്കിലും വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം. ആ ഒരു ഓർമ്മ നമുക്ക് വേണം, ആ ഒരു ചിന്തയും വേണം. അപ്പം ദൈവം തൊടുമ്പോൾ എല്ലാം കടന്നു പോകും. കണ്ണുനീര് കടന്നു പോകും, പുഞ്ചിരി കടന്നു പോകും, സൽപ്പേര് കടന്നു പോകും, ദുഷ്പേര് കടന്നു പോകും, സമ്പത്ത് കടന്നു പോകും, ദാരിദ്ര്യം കടന്നു പോകും, പ്രതാപം കടന്നു പോകും, താഴ്മ കടന്നു പോകും, എല്ലാം കടന്നു പോകും. ഈ ഒരു അറിവ് ഞങ്ങൾ സെമിനാരിയിൽ ചേരുന്ന കാലത്ത് ഞങ്ങളോട് സെമിനാരി റക്ടച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കപ്പൂച്ചിൻ സഭയാണ്, ഇടത്തരക്കാർക്കൊപ്പം എന്നും ജീവിക്കണം. അതുകൊണ്ട് അമിതമായ ആഡംബരത്തിന് പുറകെ
ഒരിക്കലും കപ്പുച്ചിൻ സഭാംഗങ്ങൾ പോകാൻ പാടില്ല. തരുന്ന ഉപദേശമാണ് ആദ്യമേ. എന്നിട്ട് പറയും 2 പണികൾ തന്നെ ചെയ്തോണം, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും. 1 മുടിവെട്ട്, 2 തുണി അലക്ക്. ഞങ്ങൾ കപ്പുച്ചിൻ അച്ഛന്മാർക്കെല്ലാം മുടിവെട്ടിൽ ഡബിൾ ഡോക്ടറേറ്റും ട്രിപ്പിൾ PhDയുമാണ്. ഞാൻ 1980 സെമിനാരിൽ ചേർന്നത്. 2-ാം ദിവസം സുപ്പീരിയർ അച്ഛൻ ചീപ്പും കത്രിക എന്നുള്ളത് പറഞ്ഞു, കുലത്തൊഴില വെട്ടിപ്പടിച്ചോളാൻ പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മുടിയാണ് സഭാംഗങ്ങൾ വെട്ടിപ്പടിക്കുക. കഴിഞ്ഞ 4 പതിറ്റാണ്ട് പല്ല് മാറി മാറി വെട്ടിയാണ് ഈ തലയിൽ നിന്ന് ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം മുടി വെട്ട്. ഞങ്ങളുടെ കൂടെ ഒരു വലിയച്ഛൻ അച്ഛനായ കാലം മുതൽ മിസോറാമിലെ ഐസോളിലായിരുന്നു. 80-ാം വയസ്സിൽ തിരിച്ചു വന്നു. തലയിൽ 4, 3, 7 മുടിയേ ഉള്ളൂ. പക്ഷെ അച്ഛനത് ബാർബർ വെട്ടണം, കാരണം അങ്ങനെയാണ് പഠിച്ചത്. അപ്പം എന്നോട് ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോകാമോ? ഞാൻ കൊണ്ടുവന്നു. ബാർബർ കൃഷ്ണൻ മുടി വെട്ടി. മുടി വെട്ടിയിട്ട് പറഞ്ഞു 80 രൂപ. അന്ന് 70 രൂപ ഉള്ളപ്പോഴാണ് 80 രൂപ. ഞാൻ പറഞ്ഞു മുടി ഉള്ളവർക്ക് 70, ഈ അച്ഛന് എന്നെ 80. ബാർബർ കൃഷ്ണൻ പറഞ്ഞു അച്ഛനൊന്നും തോന്നരുത്, ഈ അച്ഛൻ്റെ മുടി കണ്ടുപിടിക്കാൻ 10 രൂപ, വെട്ടാനായിട്ട് 70 രൂപ, അതുകൊണ്ട് 80 രൂപ. അപ്പം മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണം. തുണി സ്വയം അലക്കണം. പ്രായമായ അച്ഛന്മാരുടെ തുണി തമ്മിലെ ചെറുപ്പക്കാർ അലക്കി കൊടുക്കണം. അത് ആശ്രമത്തിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സഭയിൽ ബുദ്ധിമുട്ടുള്ള കാര്യം തുണിയലക്കാണ്. ബാക്കിയെല്ലാം സഹിക്കാം. വെളുക്കത്തുമില്ല, ഓരം കഴിച്ച് ഇവിടെ നൊമ്പരമുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. കുറച്ച് നാൾ മുമ്പ് എന്നെ പഠിപ്പിച്ച റിട്ടയേർഡ് സാറ് ചോദിച്ചു, അച്ഛനൊക്കെ ചെന്നെങ്കിലും പെണ്ണ് കെട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. അച്ഛന് വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. സത്യം പറയാമല്ലോ, 3 മാസം മുമ്പ് ഒരു ദിവസം അടുപ്പിച്ച് ഒരു 5-6 പ്രാവശ്യം ഇന്ന് തന്നെ കെട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെന്താ? തുണി അലക്കി ഒരം കഴിച്ച് കൂട്ടിയപ്പം ഒരു പെമ്പർന്നോത്തി ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാനൊന്ന് ഓർത്ത് പോയി. ഉടനെ ആ സാറ് പറഞ്ഞു, എൻ്റെ പൊന്നു ജോസഫ് അച്ഛാ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ പെമ്പർന്നോത്തി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെക്കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ ഇരിക്കുക. അപ്പം ഞാൻ ഈ ധ്യാനത്തിന് പോകാത്ത ഒരാഴ്ച വരും. ആഴ്ചയിൽ 3 പാൻസും 3 ഷർട്ടും അടുത്തുള്ള അലക്കുകാരൻ പത്മനാഭനെ ഏൽപ്പിക്കും, ഒന്ന് വെളുപ്പിച്ച് കിട്ടാൻ. പിന്നെ കുറേ നാൾ നമ്മൾ അലക്കും, ഇടയ്ക്കൊന്ന്. പത്മനാഭൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ പാൻസും ഷർട്ടും മേടിച്ചിട്ട് പറയും, അച്ചോ നല്ല തിരക്കാണ്, ശനിയാഴ്ച തരുള്ളൂ, ശനിയെങ്കിൽ ശനി. പത്മനാഭൻ എൻ്റെ പാൻസും ഷർട്ടുമായിട്ട് പോകും. അന്ന് ഉച്ച കഴിഞ്ഞ് പുഴുങ്ങി അലക്കി പശമുക്കി ഉണക്കി ടിപ്പ് ടോപ്പാക്കി അവൻ തേച്ചെടുക്കും. ഞാനതറിയില്ല. ഇവൻ എന്തു ചെയ്യും? പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 25 രൂപ വാടകയ്ക്ക് ചില ആൾക്കാർക്ക് ഇടാൻ കൊടുക്കുകയും ചിലപ്പോൾ അവൻ തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും. ഓർക്കാപ്പുറത്ത് വഴി വെച്ച് കാണുമ്പോഴാണ് അലക്കുകാരൻ പത്മനാഭൻ എൻ്റെ പാൻസും എൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്നു. കേൾക്കുമ്പം ചിരി വരും. പക്ഷേ പത്മനാഭനും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അലക്കാൻ കൊടുത്ത പാൻസും ഷർട്ടും ഒരാഴ്ച ഉപയോഗിച്ചിട്ട് തിരിച്ചു തരണം. ഇതുപോലെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഭർത്താവിനെ തിരിച്ചു കൊടുക്കണം, ഭാര്യയെ തിരിച്ചു കൊടുക്കണം, മക്കളെ തിരിച്ചു കൊടുക്കണം. നമ്മൾ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം. അതിനപ്പം നമ്മളാരും ഒന്നുമല്ല. ഇതാണ് ദൈവം തൊടുമ്പോൾ കിട്ടുന്നൊരു ബോധ്യം. തന്നെയുമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊരു ഇടത്താവളം മാത്രമാണ് വീടെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകൻ T.L. മൂഡി ലിവർപൂളിൽ നിന്നും കപ്പൽ കയറി വിദൂരസ്ഥമായ ആഫ്രിക്കയിലെത്തി. 3 വർഷം പ്രസംഗിച്ചു, ആയിരങ്ങളെ സ്നാനപ്പെടുത്തി ക്രിസ്തുമാർഗത്തിൽ ചേർത്തു. 3 വർഷം കഴിഞ്ഞ് ലിവർപൂളിലേക്ക് അദ്ദേഹം കപ്പലിൽ പോരുമ്പോൾ ഒരുപാട് സഹയാത്രക്കാർ വെടി പറഞ്ഞ് സ്വറ പറഞ്ഞ് കഥ പറഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹം ഓർത്തു, ലിവർപൂളിൽ കപ്പലിറങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാർ പിന്നെ അവിടെ കാത്തു നിൽക്കും. പക്ഷേ എങ്ങനെയോ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല, ആരും കാത്തു നിൽക്കാനില്ല. 3 വർഷം കൂടി വന്നതാണ്. ഈ T.L. മൂഡി തുറമുഖത്ത് മുട്ടുകുത്തി കൈവിരിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ക്രിസ്തുവേ, നിനക്ക് വേണ്ടി വിദൂരസ്ഥമായ ആഫ്രിക്കയിൽ പോയി ആയിരങ്ങളെ സ്നാനപ്പെടുത്തി ക്രിസ്തുമാർഗത്തിൽ ചേർത്തിട്ട് തിരിച്ച് എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. പെട്ടെന്നൊരു അശരീരം മുഴങ്ങി, അല്ലയോ മൂടനായ മനുഷ്യ, ആരാ നിന്നോട് പറഞ്ഞത് നിന്റെ സ്വന്തം വീട്ടിലെത്തിയെന്ന്? നീ എത്തിയിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഒരു ദിവസം നീ നിന്റെ സ്വന്തം വീട്ടിലെത്തും, അവിടെ ക്രിസ്തുവും അവൻ്റെ കോടാനുകൂടി മാലാഖമാരും നിന്നെ കാത്തു നിൽക്കും. നീ എത്തിയിരിക്കുന്ന വാടക വീട്ടിലാണ്.
ചങ്ങനാശ്ശേരിയിലെ വീട് ഒരു വാടക വീടാണ്. ഒരു ദിവസം നീയും ഞാനും എൻ്റെ സ്വന്തം വീട്ടിലെത്തും. അവിടെ ക്രിസ്തുവും അവൻ്റെ കോടാനുകൂടി മാലാഖമാരും കാത്തു നിൽക്കും. ഈ തിരിച്ചറിവാണ് ദൈവം തൊടുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നിത്യമായ ഒരു സമ്മാനം. തന്നെയുമല്ല, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ദൈവം തൊടുമ്പോൾ ഉത്തരം കിട്ടും. നമുക്കെല്ലാവർക്കും ചോദ്യമുണ്ട്. കാലാകാലങ്ങളിൽ ആരെല്ലാം ചോദ്യം ചോദിച്ചു. അബ്രാഹാം പറഞ്ഞു, ഞാൻ വൃദ്ധനല്ലേ, വൃദ്ധനെങ്ങനെ അപ്പനാവും? അങ്ങനെ ചിന്തിച്ചവൻ അബ്രാഹാം. 100-ാം വയസ്സിലും ഒരു കുഞ്ഞില്ലല്ലോ എന്നത് അബ്രാഹാം വരാൻ്റെ കുത്തിയിരിക്കുമ്പോഴാണ് പിന്നാമ്പുറത്തുനിന്നൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹാം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. കിളിച്ചുണ്ട മാങ്ങ കടിച്ചു പറിക്കുന്നു. വാളംപുളി ചവച്ച് ഞണയുന്നു. അബ്രാഹാം തല തിരുമ്മി കൊടുത്തു, പുറം തലോടി കൊടുത്തു. ഓർക്കാത്ത 100-ാം വയസ്സിൽ അബ്രാഹാം ചോദിച്ചു, ഞാൻ വൃദ്ധനല്ലേ, കുഞ്ഞുണ്ടാകുമോ? മോശ പറഞ്ഞ വിക്കനല്ലേ, എങ്ങനെ വിമോചകനാവും? സാറാ പറഞ്ഞ പ്രായം കഴിഞ്ഞവളല്ലേ പ്രസവിക്കുവോ? മറിയം പറഞ്ഞ് പുരുഷൻ തൊടാത്തവളല്ലേ കുഞ്ഞിൻ്റെ അമ്മയാവുമോ? അവർക്ക് എല്ലാവർക്കും ഉത്തരമാണ് ലൂക്കാ 1:26 മുതൽ 36 വരെ വാക്യങ്ങൾ. മാലാഖ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഉറപ്പ് നമുക്കും 40 ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കടന്നു പോകുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കും ദൈവം ഉത്തരം തരും. ദൈവമേ, 50 ലക്ഷത്തിൻ്റെ കടബാധ്യതയുണ്ട്, വീഴുവോ? മരുന്ന് ചെയ്ത് മാറാത്ത രോഗമുണ്ട്, സൗഖ്യമുണ്ടോ? തോരാത്ത കണ്ണുനീരുണ്ട്, ശമനമുണ്ടോ? തീരാത്ത ദുരിതമുണ്ട്, അന്ത്യമുണ്ടോ? പേര് തകർന്നു പോയി, വീണ്ടെടുക്കാൻ പറ്റുമോ? അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം, മകനെ മകളെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഉറപ്പാണ് തരിക. ദൈവം തൊടുമ്പോൾ നമുക്ക് ആനന്ദം. ഒന്നും ശാശ്വതമല്ല, എല്ലാം കടന്നു പോകും. ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല, എല്ലാം കടന്നു പോകും. അമ്മ ആനന്ദിച്ചതിൻ്റെ രണ്ടാമത്തെ കാരണം പരസ്നേഹ പ്രവൃത്തിയുടെ ജീവിതം. ലൂക്കാ 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ലൂക്കാ 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായുടെ മലമ്പ്രദേശത്തുള്ള ചാർച്ചക്കാരി എലിസബത്തിൻ്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നിൻ്റെ അഭിവാദനസ്ഥലം കേട്ടപ്പോൾ ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാണ് എലിസബത്തിൻ്റെ വാക്ക്. നമുക്കറിയാം, ദൈവം ഒരാളെ തൊടുമ്പോൾ ഈ കുത്തിയിരിപ്പും ഉറക്കം തൂങ്ങലൊക്കെ പോയിട്ട് ഒരു ചുണ വരും. ദൈവം വരുമ്പോൾ ഒരു ചുണ വരും, ഒരു ഉണർവ് വരും. ദൈവം വന്ന് കഴിയുമ്പോൾ അതാണ്, ആ വാക്കാണ് തിടുക്കം. ഒരു തിടുക്കം നമ്മൾ കാണുന്നുണ്ട്. പെസഹായുടെ രാത്രിയിൽ മോശയും കൂട്ടരും തിടുക്കത്തിൽ പെസഹ ഭക്ഷിച്ചു. തിടുക്കം. മറിയം തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. സക്കവൂസ് യേശുവിനെ കണ്ടപ്പോൾ തിടുക്കത്തിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു. പത്രോസും യോഹന്നാനും ഉത്ഥാനപ്പലിൽ തിടുക്കത്തിൽ കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടി. മഗ്ദലേന മറിയവും പത്രോസും യാക്കോബും ഓടി. ആ ഓട്ടം അന്ന് തുടങ്ങിയതാ. 2023 വർഷമായി ആ ഓട്ടം തുടരുക. ഇന്നും ഞായറാഴ്ച രാവിലെ കാരണന്മാരും മക്കളും പള്ളിയിലേക്ക് ഓടും. ഉത്ഥാന ദിവസം സാധിക്കുന്ന ദിവസങ്ങളിൽ അൾത്താരയുടെ മുമ്പിലേക്ക് ഓടും. പത്രോസ് ഓടിയതുപോലെ, യോഹന്നാൻ ഓടിയതുപോലെ, മറിയം മഗ്ദലേന ഓടിയതുപോലെ ഒരു തിടുക്കം. ചിലക്ക് പള്ളിയിൽ പോകുന്ന കാണുമ്പോൾ അറിയാം, ഭയങ്കരം തളർന്ന് ഒരു തിടുക്കവും ഇല്ല. സിനിമയ്ക്കാണെങ്കിൽ ഭയങ്കര തിടുക്കം, കുർബാനയ്ക്കാണെങ്കിൽ കാഴ്ചവെപ്പ് കഴിഞ്ഞ് തന്നാൽ മതി. കാരണം ദൈവം തൊടാത്തത് കൊണ്ടാണ്. ദൈവം തൊട്ടോ നമുക്കൊരു തിടുക്കം. ഇവിടെ എലിസബത്ത് മറിയത്തെ കാണുമ്പോൾ പറയുന്ന വാക്കെന്താ? നമ്മൾ പലപ്പോഴും മറിയത്തെക്കുറിച്ചൊക്കെ ചില പെന്തക്കോസ്ത് സഭക്കാരൊക്കെ പറയും, മറിയം മുട്ടത്തോടാണ്, യേശു കോഴിക്കുഞ്ഞാണ്. കോഴിക്കുഞ്ഞ് പോന്നാൽ പിന്നെ തോടിനാ വില. മറിയം പഴത്തൊലിയാണ്, യേശു പഴമാണ്. പഴം പോന്നാൽ തൊലിക്കെന്നാ വില. പക്ഷേ
ബൈബിൾ മറിയത്തെ വിളിക്കുന്ന മുട്ടത്തോട് പഴുത്തൊലിയെന്നല്ല. യൗസേപ്പ് നമ്മൾ എലിസബത്തിൻ്റെ വീട്ടിൽ മറിയം ചെല്ലുമ്പോൾ എലിസബത്ത് മറിയത്തെ നോക്കി പറഞ്ഞെന്താ, അയ്യോ ഔസേപ്പിൻ്റെ മെമ്പർ നോക്കി മറിയക്കുട്ടി എന്നെ കാണാമെന്നല്ലോ എന്നല്ല, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നല്ലോ അടുത്തുനിന്നാ. യേശുവിൻ്റെ പ്രസംഗം കേട്ട് പരിശീലനം പറഞ്ഞ സ്ത്രീ പറഞ്ഞത്, നിന്നെ സംഭവിച്ച പഴത്തൊലിയും പാലുകൂട്ടിയ മുട്ടത്തോടും ഭാഗ്യമുള്ളവെന്നല്ല, സംഭവിച്ച ഉദരവും പാലുകൂട്ടിയ വയോധനങ്ങളും ഭാഗ്യമുള്ളവ. അപ്പോഴാണ് പറയുക, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യവതി. അങ്ങനെ പറയുമ്പോൾ എലിസബത്ത് ഒരു പൊടിക്കയും കൂടെ കാണിക്കുകയായിരുന്നു. മിസ്റ്റർ സക്കറിയ അടുത്തിരിപ്പുണ്ട്, നിത്യമൗനം കുത്തിയിരിപ്പ്. വിശ്വസിച്ച പെണ്ണെ നീ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ മറ്റൊരു വിധത്തിൽ വിശ്വസിക്കാത്ത കാലമാടാ നിനക്ക് ദുരിതം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം മംഗളവാർത്ത കിട്ടിയ സക്കറിയ ഈ മറിയം ശക്തനായവൻ വലിയകാര്യം എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ സക്കറിയ ദേവാലയത്തിൻ്റെ വാതിൽ ചാരി ഇരുമ്പുകടയിൽ ചെന്നു ഗോതത്തിൻ്റെ താഴ് മേടിച്ച് കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും കൂടെ പൂട്ടിയിട്ട് കമാനമിണ്ടാതെ പാദത്തെ കുത്തിയിരിക്കുകയാണ്. കാപ്പിയും ചായ അനന്തമും ഊത്തും ഇരിപ്പും ഊത്തും. ഇത് കണ്ടപ്പം നാട്ടുകാർക്ക് മാത്രമല്ല എലിസബത്തിനും സംശയമായി തുടങ്ങി. അവക്കല്ല, അവനായിരിക്കും 6-ാം മാസം. ഇരിപ്പ് കണ്ടാൽ തോന്നും. അപ്പം നമ്മളോട് പറയുന്നത് ഈ 6-ാം മാസത്തിൻ്റെ കുത്തിയിരിപ്പ് നിർത്തണം. മുഖപ്രസാദമുള്ള കത്തോലിക്കരാകണം, ചൈതന്യമുള്ള ക്രൈസ്തവരാകണം. ചിലരെ കണ്ടാൽ തന്നെ സങ്കടം തോന്നും. ചില മനുഷ്യന് വേണ്ടി നടന്നു പോകണല്ല തോന്നും. മോർച്ചറിയിൽ നിന്നും ശവം വൈകിട്ട് നടക്കാൻ പോകണ പോലെ കാണുന്നവൻ്റെ ഷുഗറ്, പ്രഷർ, കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. ചില പെണ്ണുങ്ങളോട്, ആൻറ്റിയെ അങ്കിൾ എവിടെ പോയതാ, എപ്പം വരുമെന്നറിയാമോ, ഈ സംസാരമുണ്ട്. നമുക്ക് ചുണ വേണം, ചത്ത പോലെ ജീവിക്കും. അതിനൊക്കെ പറഞ്ഞ് ചത്തുപോകുന്നതാ. ജീവിതം ഒന്നേ ഉള്ളൂ, അന്തസ്സായിട്ട് ജീവിക്കണം, ആണത്തത്തോടെ, പുരുഷത്വത്തോടെ, ഒരു മനുഷ്യൻ്റെ ഭാവത്തോടെ. അതാണ് തിടുക്കം. ഒരു ഉണർവ് വേണം. തമ്പുരാൻ്റെ വചനം പറയാൻ, അവന് സാക്ഷിയാകാൻ, അയക്കുന്നിടത്തൊക്കെ പോകാൻ. അവിടെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. എന്താ അർത്ഥം? ആനന്ദിക്കണോ, ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ആനന്ദിക്കണോ, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യണം. ദൈവം തൊട്ടപ്പോൾ മറിയ ഓടി ഇളയമ്മയെ സഹായിക്കാൻ. ദൈവം തൊട്ടപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ PU തോമസ് ഓടി നവജീവൻ പ്രസ്ഥാനം. ദൈവം തൊട്ടപ്പോൾ ഒരു സന്തോഷം ഓടി പാലയിലെ മരിയ സദൻ. ദൈവം തൊട്ടപ്പോൾ ഒരു ബെന്നി ഓടി കപ്പാട് സ്നേഹാശ്രമം. ദൈവം തൊട്ടപ്പോൾ ഒരു ജോഷി ഓടി മൈലക്കൊമ്പ് തിരുകര ആശ്രമം. ദൈവം തൊടുമ്പോൾ ഓടും. മദർ തെരേസയെ ദൈവം തൊട്ടപ്പോൾ ചാരിറ്റി പ്രസ്ഥാനങ്ങൾക്ക് ജീവൻ കൊണ്ടു. നമ്മളെയും ദൈവം തൊടുമ്പോൾ കൊച്ചു കൊച്ചു നന്മ മറ്റുള്ളവർക്ക് ചെയ്യും. ചെറിയ പരസ്നേഹ പ്രവൃത്തികൾ അത് നമ്മളെ ആനന്ദിപ്പിക്കും. പരസ്നേഹ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ പ്രതിഫലം? ലൂക്കാ 10 നല്ല സമറിയാക്കാരൻ മുറിവേറ്റ മനുഷ്യനെ സത്രത്തിലേൽപ്പിച്ചിട്ട് എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടിയിട്ട് പോകാൻ നേരത്ത് 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, കുറവുള്ളത് തിരിച്ചു വരുമ്പം തരാം. ഇതാണ് കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടും വചനവ്യാഖ്യാനവും. ഈ ഭൂമിയിൽ ഞാൻ എന്തെല്ലാം നന്മ ചെയ്യുമോ അതിനൊക്കെ എൻ്റെ കർത്താവിൻ്റെ 2ാം വരവിൽ, തിരിച്ചു വരവിൽ പ്രതിഫലമുണ്ട്. ഞാൻ എന്തെങ്കിലും കുറവുണ്ടോ, ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം. അപ്പം നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ എത്ര ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന മനസ്സ്. മത്തായി 10:42. ചെരുവിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഈ കുപ്പായം ധരിച്ച് 1985 മെയ് 15 മൂവാറ്റുപുഴയിൽ വെച്ചാണ് ഈ ലോഹ ധരിക്കുക. വീട്ടിലേക്ക് പോരുക 15 ദിവസം അവധിക്ക്. പോരുമ്പോൾ വേദപാഠ അധ്യാപകർ മേടിച്ചു തന്ന പൈനാപ്പിൾ ടേസ്റ്റുള്ള മുട്ടായിയുടെ കഴിച്ചതിൻ്റെ ബാക്കി വന്ന 2 എണ്ണം ഇടതുവശത്തെ പോക്കറ്റിലിട്ടു. 1 രൂപയുടെ നോട്ടെന്ന് മാറി 10 പൈസയുടെ 10 ചില്ലറത്തുട്ടുകൾ വലതുവശത്തെ പോക്കറ്റിലിട്ടു. കാരണം 1980കളിൽ 10 പൈസയാണ് തർമ്മക്കാർ കൊടുക്കുന്ന ഓഹരിയായിട്ട് കൊടുക്കുക. ഇന്ന് 10 പൈസ കാണാനില്ല. 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും ഓരോ നോട്ട് നെഞ്ചത്തുള്ള പോക്കറ്റിലിട്ടു. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പോക്കറ്റുള്ള സഭക്കാർ ഞങ്ങളാണ്. ഞങ്ങളുടെ ദേഹം മുഴുവൻ പോക്കറ്റ്, വലതുവശത്ത് ഇടതുവശത്ത്, വയറിൽ ഇതിനകത്ത്, പുറകിൽ എയർബാഗ് പോലെ മുഴുത്ത വിശാലമായൊരു പോക്കറ്റ്, ദേഹം മുഴുവൻ പോക്കറ്റ്. ഞാൻ
വാഴക്കുളം തൊടുപുഴ വഴി പാലായി വന്നപ്പോഴത്തേക്ക് ചില്ലറ പൈസ തീർന്നു പോയി. പാലാ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇടത് കൈ സൂക്ഷിച്ച ഭിക്ഷക്കാരൻ വലത് കൈയിൽ ചളുങ്ങിയ അലുമിനിച്ചട്ടിയായിട്ട് ബസ്സിനകത്തേക്ക് കയറി വന്നു. എന്നെ കണ്ടു, റോക്കറ്റ് പോലെ വന്നു, തർമ്മം തർമ്മം തർമ്മം. ആൾക്കാർ എന്നെ നോക്കാൻ തുടങ്ങി. ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, അവരൊന്നും കൊടുത്തില്ലെങ്കിലും ഈ കത്തനാരെന്നാ കൊടുത്തു, കന്യാസ്ത്രീ എന്നാ കൊടുത്തു, എത്തിക്കൂതി വലിഞ്ഞു നോക്കും. ഞാൻ ചില്ലറ പൈസയില്ല. തർമ്മക്കാരൻ്റെ പാത്രത്തിൽ 5 രൂപയുടെ നോട്ടിട്ടേച്ച് 4.90 പേർക്ക് എടുക്കുന്നത് അതിനേക്കാൾ തർമ്മത്തരം. ആൾക്കാർ എന്താണ്ട് കള്ളക്കത്തനാര് 5 ഇട്ടേച്ച് 6 പൊക്കിക്കൊണ്ട് പോകുന്നു. ഞാൻ ചെറിയ ചിരിയോടെ ചേട്ടാ ചില്ലറ പൈസ തീർന്നു പോയി, 2 മുട്ടായി ഉണ്ട് തരട്ടെ. ഇയാൾ സഹതാപത്തോടെ ചളിങ്ങിയ ചട്ടി എൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു. ആ പാത്രത്തിലേക്ക് ഞാൻ 2 മുട്ടായി ഇട്ട് കൊടുത്തു. ആൾക്കാർ കുലുങ്ങി ചിരിച്ചു, ഇയാൾ ഊറി ചിരിച്ചു. വണ്ടി നീങ്ങുമ്പോൾ പാത്രത്തിൽ മുട്ടായിയും കിലുക്കി ഇയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുക. ഇറങ്ങി പോകുമ്പോഴും എന്നെ നോക്കി ദുഃഖത്തോടെ ചിരിച്ചുകൊണ്ടാണ് പോക്ക്. അത് ചിരിയും പോക്കും കാണുമ്പോൾ ഉറപ്പാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറെ പറയുന്ന പോലെ, ദൈവമായ കർത്താവ്, എന്നെക്കാട്ടിലും വലിയ തർമ്മക്കാരൻ ഈ വണ്ടിക്കകത്തുണ്ടല്ലോ, രീതിയിൽ അപേക്ഷക്കാരൻ്റെ പോക്ക്. പിന്നെ പലപ്പോഴും പാലാ സ്റ്റാൻഡിൽ വെച്ച് ആ യാചകനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവൻ പോയാൽ എൻ്റെ അടുക്ക വരികയല്ല, ദൂരെ കൂടെ മാറി മാറി പോകത്തേ ഉള്ളൂ. ചിരിച്ച് വിളിച്ചു കൊടുത്താൽ എന്തേലും സ്വീകരിക്കും. എത്ര ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന മനസ്സ് ജീവകാരുണ്യ പ്രവൃത്തികൾ. മരിക്കാൻ കിടക്കുമ്പോൾ ഒരപ്പൻ്റെ സന്തോഷം പണിത വീടിൻ്റെ മുഴുപ്പല്ല, ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്ത സാരിയുടെ നിറവല്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമല്ല, ഏതോ പാവപ്പെട്ട മനുഷ്യന് ഡയാലിസിന് കൊടുത്ത ഒരു 500 നോട്ട്. ഇതാണ് നമ്മളെ ആനന്ദിപ്പിക്കുക. ഭർത്താവിനുണ്ടാക്കി കൊടുത്ത കറിയല്ല, പിള്ളേരെ ഉളിപ്പിച്ചതും കുളിപ്പിച്ചതുമല്ല, ഏതോ പാവങ്ങൾക്ക് ചെയ്ത ഒരു ചെറിയ ഉപകാരം. ഇതാണ് നമ്മളെ സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുന്ന ജീവിതം. ഇപ്പോൾ 1 ദൈവം തൊടും, 2 ദൈവം തൊടുമ്പോൾ പരസ്നേഹ പ്രവൃത്തികൾ ജീവകാരുണ്യ പ്രവൃത്തികളിലേക്ക് ഓടുന്നു. 3 അമ്മയെ ആനന്ദിച്ചതിൻ്റെ 3ാമത്തെ കാരണം പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. പരിഭവം പറയാത്ത പരിശുദ്ധ അമ്മ, പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. മാതാവിന് പരാതികളോ പരിഭവങ്ങളോ ഇല്ല. മാതാവ് പറഞ്ഞതെന്താ? എനിക്കും എൻ്റെ മോനും ഈ പശുക്കൂടും ഈ ഗോമൂത്രവും ഈ ചാണകവും ഈ വൈക്കോലും മതി, ഇവിടെ ഞങ്ങൾ കിടന്നോളാം. അതുകൊണ്ട് മോൻ എന്നാ പറഞ്ഞു? പുകഞ്ഞ തിരി ഞാൻ കെടുത്തുകയില്ല, വളഞ്ഞ ഞങ്ങൾ ഒടിക്കുകയില്ല, ഉള്ളതൊരു തൃപ്തി, അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമില്ല. സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യം, പരാതിയില്ല. മാതാവിന് പരാതിയില്ല, ഇത് മതി. നമുക്കെന്തെല്ലാം പരാതിയുള്ളവരല്ലേ? കൊറോണ വൈറസിന് മുമ്പ് എന്ത് പരാതിയായിരുന്നു, എന്തെല്ലാം തന്നെ പരാതി. ഈ ചെരുപ്പ് പോരാ, ഈ നൈറ്റി പോരാ, ഈ വള പോരാ, മാല പോരാ, വീട് പോരാ, ഭക്ഷണം പോരാ, മുറിക്ക് മുഴുപ്പില്ല, സ്ഥലത്തിന് വിസ്തീർണമില്ല. ഇങ്ങനെ പറഞ്ഞ് നടത്തുമ്പോഴാണ് തമ്പുരാൻ പഠിപ്പിച്ചു, 50 പേരുണ്ടോ കല്യാണം നടക്കും, 20 പേരുണ്ടോ ശവോടകം നടത്തും, ഇത്രയും മതി. പരാതി പറയാതെ ജീവിക്കാൻ കർത്താവ് പഠിപ്പിച്ച കാലമായിരുന്നു നമ്മുടെ ആ 2 വർഷക്കാലം. ചക്കയുടെ ചകനി പോലും മിക്സറാക്കി വറുത്ത് കഴിക്കാമെന്ന് പഠിപ്പിച്ച 2 വർഷം. ചോറിയുണ്ടെങ്കിൽ ഇല പോലും തോരൻ വെക്കാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ച കാലം. ഇത് മതി, ഈ വീട് മതി, ഈ പരിമിതി മതി, ഈ കെട്ടിയവൻ മതി, പരാതിയിൽ ഈ ഭർത്താവ് മതി, ഈ ഭാര്യ മതി. ഇങ്ങനെ പറയുന്ന ഒരു രീതി നമ്മളെ പഠിപ്പിച്ചു, മിനിമം കൊണ്ട് ജീവിക്കാൻ. ഞാൻ ഇപ്പോൾ ഒഴുവൂരിൽ ഒരു സഹോദരി, അവിടെ ജീവിതത്തിൻ്റെ സ്വപ്നമായിരുന്നു മൂക്കുത്തി. 1 ഗ്രാം സ്വർണം കൊണ്ടൊരു മൂക്കുത്തി, എരുമപ്പാൽ വിരിയുടെ കാശുകൊണ്ട്. ഫെബ്രുവരി ആദ്യം കൊറോണ വരുന്ന സമയത്ത് ഒരു മൂക്കുത്തി മേടിച്ചു, മൂക്ക് തുളച്ചു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ ഭർത്താവിനെ കൊണ്ട് മൂക്കുത്തിൽ ഭിത്തി ചെയ്യിപ്പിച്ചു. പിന്നെ മൂക്കുത്തി ആട്ടിക്കൊണ്ട് ഒഴുവൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആൻറ്റി നടന്നു. അതിൻ്റെ 10ാം ദിവസം സർക്കാരിൻ്റെ ഓർഡർ, മാസ്ക് വെച്ച് മൂക്ക് മറയ്ക്കുക, നീ ഇതാരെ കാണിക്കാൻ. അപ്പോൾ ഇതും മതി, ഇതിനപ്പുറത്തേക്ക് വേണ്ട, ഇത്രയും മതി, നിങ്ങൾ ജീവിക്കാൻ പറ്റും എന്ന് പഠിച്ചൊരു കാലമുണ്ട്. പരാതിയില്ലാത്ത പരിശുദ്ധ അമ്മ. നമുക്കും പരാതി അരുത്. അപ്പനമ്മമാരെക്കുറിച്ച് പരാതി വേണ്ട, മരുമക്കളെക്കുറിച്ച് പരാതി വേണ്ട, കുഞ്ഞുങ്ങളെക്കുറിച്ച് പരാതി വേണ്ട. ഇത് മതി, ദൈവം തന്നതാ, ഇവരും ഒത്തങ്ങ് ജീവിക്കും. എത്ര നാൾ നീളുമെന്ന് അറിയത്തില്ല. ആയുസ് വളരെ പെട്ടെന്നല്ലേ കടന്നു പോവുക, എത്ര പെട്ടെന്ന് ആയുസ് കടന്നു പോവുക. ജനുവരി 1 പറഞ്ഞു, ഇതാ ഇപ്പം നമ്മൾ 11ാം മാസത്തിലേക്ക് കയറി.
കണ്ണടച്ച് തുറക്കുമ്പോൾ 2024, വീണ്ടും കണ്ണടച്ച് തുറക്കും 25, ഇങ്ങനെ അങ്ങ് ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നു. 40 ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ പ്രാർത്ഥന ഇന്നലെ പ്രസംഗിച്ചിട്ട് പോയ പോലെ എനിക്ക് ഇന്നും തോന്നുന്നു. എന്ത് പെട്ടെന്നാണ് നമ്മുടെ ആയുസ് കടന്നു പോവുക. അപ്പം അങ്ങനെ കടന്നു പോകുമ്പോൾ പരാതിയില്ലാത്ത മനുഷ്യരായി. ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ജീവിച്ച് കടന്നു പോകാൻ പഠിക്കണം. നമ്മളെല്ലാവരും പരാതി പറയുന്നവരാ. എന്തിനെക്കുറിച്ചും പരാതി. ആണുങ്ങൾക്കുമുണ്ട് പെണ്ണുങ്ങൾക്കുമുണ്ട് പരാതി. ആണുങ്ങൾ പരാതി കൂടിയവർ. ഭാര്യ എന്നെ ഉണ്ടാക്കി വെച്ചാലും കുറ്റം പറയും. കങ്ങം പിടിച്ചു, കരിഞ്ഞു പോയി, പുകഞ്ഞു പോയി, ഉപ്പ് കൂടിപ്പോയി, എരിവ് അധികമാണ്, ഇതെല്ലാം പറഞ്ഞ് മൊത്തം വെട്ടി വീഴുകയും ചെയ്യും. നിങ്ങൾ ആണുങ്ങളെ കേട്ടിട്ടുണ്ട് ഈ പരാതി. എൻ്റെ മനുഷ്യ ചില പഞ്ചാര മേടിച്ചുകൊണ്ട് വരാമോ? ഒരാഴ്ച ആയിലൂടെ മേടിച്ചു എന്നാ പിടിച്ച ചിലവാ. എന്നാൽ പിന്നെ പഞ്ചാരയും മേടിച്ചുകൊണ്ട് വരും. എന്നാൽ പിന്നെ മിണ്ടാതെ ചെയ്താൽ പോരെ. ഇത് പെണ്ണുങ്ങളും അങ്ങനെയല്ലേ? എന്തല്ല ഓരോരോ പരാതി ചുമ്മാ അങ്ങ് പറയുക. ആണുങ്ങൾ പരാതി കൂടുതൽ പറയും. ഒരു കുറ്റം പറയും. ഊണ് കഴിഞ്ഞ് പഴമെങ്കിലും എടുത്തിട്ട് ഈ പഴം തന്നെ വളഞ്ഞിരിക്കുന്നത്, നേരെ ഇരുന്നാൽ പോരായിരുന്നു. ആണുങ്ങളുണ്ട്. പെണ്ണുങ്ങളുമുണ്ട് ഭയങ്കര പരാതിക്കാർ. ഭർത്താവ് വിവാഹ വാർഷികത്തിൽ ഭാര്യയെ സൂചിപ്പിക്കാൻ വേണ്ടി എറണാകുളം ജയലക്ഷ്മിയിൽ കൂട്ടിക്കൊണ്ടുപോയി. 2.5 മണിക്കൂർ നേരം സാരി തപ്പിക്കോളാൻ പറഞ്ഞു. 2.5 മണിക്കൂർ തപ്പിയിട്ടും ഇഷ്ടപ്പെട്ട സാരിയില്ല. കെട്ടിയവൻ പറഞ്ഞു, എന്നാ മുടിഞ്ഞ തപ്പാടി, മണിക്കൂർ 3-6 മിണ്ടാരി മനുഷ്യ, ഞാനും നോക്കട്ടെ. എന്നാടി നോക്കുന്നത്? നല്ല ചുമന്ന പച്ചസാരി ഉണ്ടോ ഞാൻ നോക്കുവാണ്, അത് കിട്ടിയാലേ പോകത്തുള്ളൂ. ഈ പരാതി പറഞ്ഞവർക്ക് എന്നും പരാതിയാണ്, ഒരിക്കലും തൃപ്തിയില്ല. വെയിൽ വരുമ്പോൾ മുടിഞ്ഞ ആവി, മഴ വരുമ്പോൾ ഒടുക്കത്തെ മഴ, മഴയത്ത് മഴ വരും, വെയിലത്ത് ചൂട് വരും, ചുമ്മാ അങ്ങ് സഹിച്ചോണം. എന്തിനാ വെറുതെ പറയുന്നത്? ഉയ്യോയ്യോ എന്നാ ഒടുക്കത്തെ കൊതുകാണോ, കൊതുക് പോകുന്നതെല്ലാം കേട്ടാൽ അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചകൾ ഇതൊക്കെ. സായിപ്പന്മാർ 10 പേര് ദേഗടിയുണ്ട്. ഒരു ഹോട്ടലിലെ ഹോളെടുത്ത് 10 സായിപ്പന്മാരും കിടക്കുക. ഇങ്ങനെ കിടന്നപ്പോൾ രാത്രി 9:30 ആയപ്പം ഒരു മൂളൽ. നോക്കുമ്പോൾ കൊതുക് മൊത്തം പറക്കുക. സായിപ്പന്മാർ ഈ കൊതുകിനെ കണ്ടിട്ടില്ല. അപ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് മൂടി പോച്ചം കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു സായിപ്പിന് സംശയം, ഈ കൊതുകെങ്ങാനും പോയോ ഇല്ലയോ. അയാളിങ്ങനെ പയ്യെ പുതപ്പോക്കി നോക്കുമ്പം 19 മിന്നാമിനുകൾ വീണ്ടും കയറി വന്നിരിക്കുന്നു. ഇയാൾ മിന്നാമിനിങ്ങിനെയും കണ്ടിട്ടില്ല. ഇയാൾ പറഞ്ഞു, ആരും പുതപ്പോക്കല്ലേ, അവന്മാർ പോയി നമ്മളെ കുത്താനായിട്ട് ടോർച്ച് കൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാവരും പൊതിച്ച് മൂടി കിടന്നോണം. ഇപ്പോൾ ഓരോ പ്രാണി വരും, ബിന്ദു വരും, പ്രാണി വരും, കൊതുക് വരും, മിന്നാമിനും വരും, എലി വരും. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഭാഗം. ഓരോന്നിനെക്കുറിച്ച് ഒന്നും പറയണ്ട, നമ്മളങ്ങ് ജീവിച്ചു പോവുക. പരാതി പറയാതെ ജീവിക്കുക. ചിലർക്കെന്നും പരാതിയുള്ളൂ. ഒരു വികാരിച്ചം വരുന്നു, പ്രസംഗത്തിന് നീളം കൂടുതലാണ്, പ്രസംഗത്തിന് നീളം കൂടുതൽ. ഒരച്ഛനെ ഞായറാഴ്ചകളിൽ പ്രസംഗിക്കുമായിരുന്നു. 20 മിനിറ്റ് അച്ഛൻ്റെ പ്രസംഗം. ആൾക്കാർ 2 വർഷം കേട്ട് പൊരുത്തപ്പെട്ടു. 2 വർഷം കഴിഞ്ഞൊരു നാളിൽ അച്ഛൻ പ്രസംഗിച്ച് 40 മിനിറ്റ്. ആൾക്കാർ മടുത്തുപോയി. അവർ കുർബാന കഴിഞ്ഞവൻ, അച്ഛോ 20 ഓക്കെയാണ്, 40 ഒത്തിരിയാണ്, ഇതിൽ നീട്ടരുത്. അച്ഛൻ പറഞ്ഞ, മക്കളെ മനഃപൂർവ്വമല്ല, എനിക്കൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ്. എന്താ അസുഖം? പ്രസംഗം തുടങ്ങുമ്പം ഉമിനീര് പറ്റിപ്പോവും. അപ്പോൾ വെളുത്ത ഒരു ഗുളികയെടുത്ത് എൻ്റെ നാക്കിൻ്റെ കീഴേ ഇടും. അത് അലുക്കുമ്പം 20 മിനിറ്റ്. അപ്പം ഞാൻ പ്രസംഗം നിർത്തും. അങ്ങനെ 2 വർഷം പ്രസംഗിച്ചത്. ഇന്നെന്നാ പറ്റി? ഇന്ന് വെപ്രാളത്തിനും വേവലാതിക്ക് ഇടയ്ക്ക് പ്രസംഗം തുടങ്ങിയപ്പം ഗുളികയിടാൻ മറന്നുപോയി. പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് തപ്പിയെടുത്ത് ഒരു വെളുത്ത ഗുളികയെടുത്ത് നാക്കിൻ്റെ കീഴേ ഇട്ടു. ഗതികേഴിനത് ലോഹയുടെ ബട്ടൺസ് ആയിരുന്നു. പിന്നെ കടിച്ചു പിടിച്ച് നിർത്തുമായിരുന്നു. അപ്പം നമുക്ക് പ്രസംഗം നീണ്ടുപോയി. അല്ലെ അച്ഛന് പാടാൻ കഴിവില്ല, അച്ഛൻ സമൂഹത്തിൽ അനക്കമില്ല, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവർ എപ്പോഴും പറയും. അത് മക്കളെക്കുറിച്ച് പറയും, ഭർത്താവിനെക്കുറിച്ച് പറയും, ഭാര്യയെക്കുറിച്ച് പറയും, അച്ഛന്മാരെക്കുറിച്ച് പറയും, സിസ്റ്റേഴ്സിനെക്കുറിച്ച് പറയും, അയൽവാസിയെക്കുറിച്ച് പറയും. അതൊരു ക്യാരക്ടറാണ്, ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പറയുന്നവർ എവിടെ ചെന്നാലും ഈ നെഗറ്റീവ് കമൻറ്റേ പറയുള്ളൂ. ഇവിടെയാണ് പരിശുദ്ധി അമ്മ പരാതി പറയാത്ത പരിശുദ്ധി അമ്മ. ഒരു കമൻറ്റും ഇല്ല, ഉള്ള അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന പരിശുദ്ധി അമ്മ. 4, അമ്മ ആനന്ദിച്ചതിൻ്റെ 4ാമത്തെ കാരണം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ അമ്മ സമ്പൂർണ്ണമായി അങ്ങ് സമർപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി. അതിൻ്റെ അർത്ഥം എന്താ? നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്നല്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. യേശയ്യ 64:8.
ഞാൻ കളിമണ്ണാണ്, നീ കുശവൻ. ഇഷ്ടം പോലെ എന്നെ മെനഞ്ഞെടുക്കുക, വാർത്തെടുക്കുക. ഞാൻ കളിമണ്ണാണ്, നീ കുശവൻ. എനിക്കൊരു റോളുമില്ല. ഒരു വെള്ളക്കടലാസിൽ കീഴെ ഞാൻ ഒപ്പിട്ട് തരാം, നിനക്ക് ഇഷ്ടമുള്ളത് ഈ കടലാസിൽ എൻ്റെ തട്ട് എഴുതിക്കോ. ഒരു വെള്ളക്കടലാസിൽ നിനക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. അങ്ങനെ സമർപ്പിച്ചവർക്ക് ആനന്ദിക്കാനേ പറ്റൂ. സമർപ്പണമുണ്ടോ അവിടെ ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് സമർപ്പിക്കുന്ന ആൾക്കാർക്കറിയാം സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് ആരാ തീരുമാനിക്കുക? സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. സമർപ്പിച്ച വ്യക്തി എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ. ഒരു ഭാര്യയ്ക്ക് മാരകമായ രോഗം വന്ന് ഒരു ഓപ്പറേഷൻ വന്നാൽ ഒപ്പിട്ട് കൊടുക്കുന്നത് അവളുടെ അപ്പനും അമ്മയും ആങ്ങളെയല്ല, സമർപ്പണം സ്വീകരിച്ച കെട്ടിയവൻ. ഭർത്താവിന് ഒരു വലിയ ചികിത്സ വന്നാൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് സമർപ്പണം സ്വീകരിച്ച ഭാര്യ. സിസ്റ്റർമാർക്ക് ഒരു മേജർ ട്രീറ്റ്മെൻറ്റ് വന്നാൽ ഒപ്പിട്ട് കൊടുക്കുന്നത് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ. അപ്പോൾ ജീവിതത്തിൽ സമർപ്പണം സ്വീകരിച്ച ആളിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് സമർപ്പണം സ്വീകരിച്ച ആളാണ്, സമർപ്പിച്ചവരിൽ. അതുകൊണ്ടാണ് സമർപ്പണ സമയത്തിൽ ടെൻഷൻ. കല്യാണം ഒരു സമർപ്പണമാണ്. എന്തോ ഒരു ടെൻഷനാണ്. വിവാഹത്തിൻ്റെ തലേ രാത്രിയിൽ ആണുങ്ങൾ ഉലാത്തും പെണ്ണുങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉരുളും. അവസാനമായിട്ട് പെടുത്ത് കുനിക്കാൻ പോകുന്നു, പിന്നെ അവസാനമായിട്ട് ചരട് കെട്ടാൻ പോകുന്നു. അതുകൊണ്ടാണ് കെട്ടിക്കുമ്പം പട്ടാളക്കാരനാണെങ്കിൽ പോലും തോക്ക് പിടിക്കുമ്പോൾ വിറയ്ക്കാത്ത കൈ താലി പിടിക്കുമ്പം വിറയ്ക്കും. പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ ആരംഭിക്കുന്ന 3ാം ലോകമഹായുദ്ധം അവന് ശക്തിക്കപ്പുറം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു കണക്കധ്യാപനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വിറപ്പിച്ച പിള്ളേരെ അടിച്ച് പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി വരെ കട്ടിയില്ലാത്ത ചീപ്പുനൂലിൽ കെട്ടിതാലി ഓർത്ത് ഇവിടെ പെടലിലേക്ക് കിട്ടുമ്പം ഇവൻ്റെ കൈ കിടന്ന് വിറയ്ക്കുക. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ വന്നു. ചെറിയ കേക്ക് ഞാൻ മുറി കയറ്റി പ്രാർത്ഥിച്ച് കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിലെ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് പൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളേത്തിട്ട് ഞാൻ പറഞ്ഞു, പേടിത്തുണ്ട കണക്കധ്യാപക, എന്നാ വിറയാടാ വരച്ചത്. സ്വന്തം നാട്ടിൽ പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛാ അത് വിറയാണെന്നാണ് അച്ഛൻ ഓർത്തെ. ഞാൻ പറഞ്ഞു, കൈ കിടന്ന് തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതും ആണോ? പറഞ്ഞു, പൊന്നച്ഛ വിറച്ചതല്ല, ഇത് പിള്ളകളിയാണോ? കത്തോലിക്ക സഭയിൽ ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, വിറച്ചതല്ലച്ചാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഞാൻ അച്ഛനായി കഴിഞ്ഞ് അധികം താമസിയാതെ കെട്ടിച്ചത് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ, ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, പഞ്ചാബിൽ സിഖ് ഭീകരന്മാരെ തോക്കും കൊണ്ട് നിർത്തി കിലുകലാ വിറപ്പിച്ചവൻ. 6 അടിപ്പൊക്കം, ആജാനുബാഹു, കപ്പടാമീശ, ഒത്തവണ്ണം, മുഴുത്ത മനുഷ്യൻ. അവൻ കെട്ടിയത് ഡൽഹി പോലീസിലെ 5 അടി പൊക്കമുള്ള വനിതാ സർക്കിൾ ഇൻസ്പെക്ടറെ. എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ ഇവനിവിടെ കെട്ടുമ്പം ഞാൻ സൂക്ഷിച്ച് നോക്കി. ഭീകരന്മാരെ കിലുകലാ വിറപ്പിച്ചവൻ ഇവിടെ പുറകിൽ നിന്ന് കാറ്റത്ത് കരികല പോലെ കിലുകലാ വിറയ്ക്കുന്നു. മൂക്ക് ചുമക്കുന്നു, ചൊടി വരളുന്നു, നക്കുന്നു, നനയ്ക്കുന്നു, ഞൊട്ടുന്നു, ഞുണയുന്നു, വെപ്രാളം കോപ്പറായും. ഞാൻ നോക്കുമ്പോഴുണ്ട് കൈ വരച്ച് ഇവിടെ കെട്ടേണ്ട ചരട് കൊണ്ടിന്ന് തലയുടെ ഈ ഭാഗത്ത് കെട്ടിവെച്ചു. സഹതാവെന്ന് എനിക്ക് അവനോട് പറയാൻ തോന്നി. പേടിത്തോണ്ട, നിനക്ക് ഇത്രയ്ക്കും ധൈര്യമില്ലേ, നീ മാറി നിൽക്കടാ, ഞാൻ കെട്ടിത്തരാം. പറയാൻ പറ്റുമോ? അവളാണെങ്കിൽ അതോ ലോകത്തെ ലാത്തി ചുരുട്ടി വീശി നടന്നവളാണ്. ലാത്തിയുടെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു മോതിരം പിന്നെ വിരലെ തിരികെ കയറ്റുമ്പം ഏതോ കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ കുച്ചിപ്പടി ആടുന്ന പോലെ കൈ കിടന്ന് മൊത്തം വിറയ്ക്കുക. എന്തിനാണ് ഈ വിറയ്ക്കുന്നത്? ധൈര്യമായിട്ട് തിരികെ കയറ്റിയ മോതിരമൊന്നും പറഞ്ഞ് അച്ഛന് കയറി ചെല്ലാൻ പറ്റുമോ? വെപ്രാളത്തിലും വേവലാതിക്കിടയിൽ അവിടെ കയ്യങ്ങാനും തെന്നി മാറി മോതിരം എൻ്റെ വിരലെ കുത്തി കയറ്റിയാൽ പ്രശ്നം അതിനേക്കാൾ ഗുരുതരം. അപ്പം സമർപ്പണം വളരെ ടെൻഷൻ പിടിച്ചതാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു ഡൈനിങ് ടേബിളാണ്. ഒരാൾ ഈ ഭൂമിയിൽ 50 വർഷം ജീവിച്ചെങ്കിൽ 50 വർഷം നീളുന്ന ഒരു ഡൈനിങ് ടേബിൾ. ആ ഡൈനിങ് ടേബിളിൽ കലവറക്കാരനായ ദൈവം ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വിളമ്പും, ഇഷ്ടമുള്ളത് വിളമ്പും. ചിലർക്കെന്നും ഉപ്പ, കണ്ണുനീര് മാത്രം. ചിലർക്കെന്നും കയ്പ, വേദന മാത്രം. ചിലർക്ക് നെല്ലിക്ക പോലെ ഇന്ന് കയ്പ, നാളെ പുളിപ്പ്, നാളെ കഴിഞ്ഞ് മധുരം. ചിലർക്കെന്നും തേന, മധുരം മാത്രം. എന്ത് വിളമ്പിയാലും
രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. നമുക്കറിയാം, ഈ മാതാവ് സമർപ്പിച്ചതൊക്കെ ഒരുപാട് വേദനയുടെ നടുവിലല്ലേ മാതാവിൻ്റെ സമർപ്പണം. ബേത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്കുള്ള പോക്ക്, നസ്രത്തിലേക്കുള്ള തിരിച്ചു വരവ്, ഇതെല്ലാം കഴിഞ്ഞ് പൈതലായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ജ്ഞാനവൃത്തനായ ശിമയോൻ പീളയഴിഞ്ഞ കൺപോളകളുമായി ഈശോയെ കയ്യിലെടുത്ത് ഒരു താരാട്ട് പാടി. ബൈബിളിൽ ആദ്യമായിട്ട് താരാട്ട് പാടിയത് ആരാണ്? അത് ശിമയോൻ. ലോകത്തിൽ ആദ്യമായി താരാട്ട് പാടിയത് ശിമയോൻ. എന്താണ് ആ താരാട്ട്? രാരോ രാരി രാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, സദ്ദാം ഹുസൈനാണോ? ഇതാരാരോ? ഇതാരിരാരോ? രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ? ഊർജ്ജതന്ത്രക്കാരി സരിതാ നായരാണോ? നയതന്ത്രക്കാരി സ്വപ്നയാണോ? ഇതാരിരാരോ? ഒരു പിടിയുമില്ല. ദൈവമാ ആക്കി തീർക്കുക. ദൈവകരങ്ങളിൽ മക്കളെ സമർപ്പിക്കണം, നമ്മളെ സമർപ്പിക്കണം. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. ആ ഉറപ്പ് നമുക്ക് വേണം. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരു പരാതിയില്ലാതെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ആൾക്കാരായി നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മളെക്കാൾ താഴ്ന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ടെന്ന് ഓർക്കണം. റേബാൻ കണ്ണട മേടിക്കാൻ ആയിരങ്ങൾ കയ്യിലില്ലെന്ന് ഓർക്കുമ്പം, അങ്ങനെ പരാതിപ്പെടുമ്പോൾ ദൈവം കണ്ണില്ലാത്ത അന്ധനെ കാണിച്ചു തരും. അന്ധനെ കാണുമ്പോൾ കണ്ണടയില്ലാത്ത ഞാൻ ഓർക്കണം, എനിക്ക് കണ്ണുണ്ടല്ലോ അത് മതി. ഷൂസ് മേടിക്കാൻ കാശില്ലെന്ന് പരാതി പറയുമ്പോൾ കാലില്ലാത്ത മനുഷ്യനെ കാണിച്ചു തരും. എനിക്ക് കാലുണ്ടല്ലോ, ഷൂസില്ലെന്നല്ലേ ഉള്ളൂ. നമ്മളെക്കാൾ താഴ്ന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കിട്ടിയ അവസ്ഥയിൽ തമ്പുരാൻ നന്ദി പറഞ്ഞ് സമർപ്പിച്ച് പോവുക. എന്നോട് കൂട്ടുകാർ പറഞ്ഞു, ജോസഫ് അച്ഛൻ നിർബന്ധമായും ഒരു സിനിമ പോയി കാണണം. കുറേ നാൾ മുമ്പാ പുലിമുരുകൻ അച്ഛൻ പോയി കാണും. മോനിരുന്ന് കാണുന്ന പടവ പുലിമുരുകൻ പോയി കാണണം. ഞാൻ പുലിമുരുകൻ കാണാൻ വേണ്ടി ചെന്നപ്പോൾ പരിചയമുള്ള ഒരുത്തൻ ടിക്കറ്റ് വിൽക്കുന്നു. എന്നാ ജോസഫ് അച്ഛൻ ഇതിലേ കൂടെയൊക്കെ? ഞാൻ പറഞ്ഞു, കപ്പൂച്ചൻ അച്ഛനാണ്, പുലിമുരുകൻ കാണണം, ഏറ്റവും താഴ്ന്ന ടിക്കറ്റ് മതി, കൂടിയൊന്നും വേണ്ട. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തറ ടിക്കറ്റ് മതിയോ? ഏറ്റവും താഴ്ന്നത്? ഞാൻ തറയെങ്കിൽ തറ ടിക്കറ്റ് മേടിച്ച് തറയിലിരുന്ന് സിനിമ കാണുമ്പോൾ ഇൻ്റർവെല്ലിന് 5 മിനിറ്റ് മുമ്പിൽ നിന്നൊരു അനക്കം. ഞാൻ നോക്കുമ്പം കുറേയേറെ പേര് തറ മാന്തിയിട്ട് കുഴി ടിക്കറ്റെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും താഴ്ന്നത് തറയാന്ന് കരുതുമ്പോൾ അതിനേക്കാൾ താഴ്ന്ന കുഴി ടിക്കറ്റിൻ്റെ കാലമാണ്. നമ്മളെക്കാൾ താഴ്ന്ന ഒരുപാട് പേരുണ്ട്. പരാതി പറയാതെ ഇതാ കർത്താവിൻ്റെ ദാസീദാസൻ, ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാൻ പറ്റുക. ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. 5 അമ്മ ആനന്ദിച്ചതിൻ്റെ 5ാമത്തെ കാരണം കൂടി ലൂക്കാസ് വിശേഷകൻ പറയുന്നു. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിൻ്റെ ആനന്ദം. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. അമ്മ ഏറ്റവും വേദനിച്ചത് ഈശോയെ കാണാതെ പോയ 3 ദിവസം, ഏറ്റവും ആനന്ദിച്ചത് കണ്ടുപിടിച്ച 3-ാം ദിവസം. യഹൂദ പാരമ്പര്യത്തിൽ 12 വയസ്സ് വരെ യഹൂദൻ സിനഗോഗിൽ ബൈബിൾ പഠിക്കണം. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ. യഹൂദനെ സംബന്ധിച്ച് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് മർക്കോസ് 8:27 മുതൽ നമ്മൾ വായിക്കുന്നു. ജെറുസലേമിൽ യഹൂദൻ വിശ്വസിച്ച് ലോകത്തിലെ ഏറ്റവും മുഴുത്ത പാറ ജെറുസലേമിലാണ്. ആ പാറയുടെ മൂട്ടിൽ നിന്ന് മണ്ണെടുത്ത് ദൈവം ആദത്തെ മെനഞ്ഞു. ആ പാറമേൽ അബ്രാഹം ഇസ്ഹാക്കിനെ വെളിയെത്തിക്കാൻ കിടത്തി. ചരിത്രമല്ല, യഹൂദൻ്റെ വിശ്വാസം. അതുകൊണ്ട് യഹൂദൻ ലോകത്ത് ഒരു ദേവാലയമേ ഉള്ളൂ, ജെറുസലേം. ബാക്കി മുഴുവൻ സിനഗോഗാണ്. ഒരു ദേവാലയമേ ഉള്ളൂ, ജെറുസലേം. ബാക്കി മുഴുവൻ സിനഗോഗുകളാണ്. അപ്പോൾ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അവിടെ കേന്ദ്രീകരിച്ചപ്പോഴാണ് ഈശോ ശിഷ്യരെയും കൂട്ടി കേസരിയ ഫിലിപ്പിയിൽ വന്നു. സിറിയയുടെ അതിർത്തിയിൽ ഗോലാൻ കുന്നിൻ്റെ താഴ്വരയിലുള്ള ഒരു സിറ്റിയാണ് കേസരിയ ഫിലിപ്പി. നാട്ടുരാജാവായ ഫിലിപ്പ് റോമിലെ സീസറിനെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് ഫിലിപ്പിൻ്റെ സീസറിലെ ഫിലിപ്പ്, കേസരിയ ഫിലിപ്പി.
അവിടെയാണ് ക്രിസ്തു പറയുക, ഇനിയൊരു പുതിയ പാറ, ഞാനെന്ന പാറ, സഭയെന്ന പാറ, ജെറുസലേമിൻ്റെ പാറയുടെ പ്രാധാന്യം പോയി. പക്ഷേ ഈ ജെറുസലേം ആചാരാനുഷ്ഠാന കേന്ദ്രമായിരുന്നു. യഹൂദ ബാലൻ 12 വയസ്സ് വരെ ഗ്രാമത്തിൽ ബൈബിൾ പഠിക്കും. 12ാം വയസ്സിൽ കയറുമ്പോൾ ഗ്രാമത്തിൽ പഠിച്ചത് ശരിയാണെന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ പോകണം. മതനിയമങ്ങൾ കൃത്യമായി പാലിച്ച യോസേപ്പും മറിയവും ബാലനായ യേശുവിനെയും കൂട്ടിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ കളിക്കും. ആർക്കും ആരെയും നോക്കാൻ പറ്റിയല്ല, എല്ലാവരും ഗൗരവമായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ദേവാലയത്തിൽ നിന്ന് ഒരു വഴിയേ ഉള്ളൂ, ആ വഴി അങ്ങ് നടന്നു പോകും. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു നാൽക്കവലിലെത്തും. അവിടെ വെച്ച ആൾക്കാർ സ്വന്തപ്പെട്ടവരെ തിരഞ്ഞു പിടിക്കും, ഉറ്റവരെയും ഉടയവരെയും. അന്നത്തെ രീതിയിൽ യഹൂദൻ 12 വയസ്സ് വരെ ബാലനാണ്, അവൻ അമ്മയുടെ കൂടെ നടക്കാൻ പാടുള്ളൂ, പെണ്ണുങ്ങളുടെ കൂടെ. 12 പൂർത്തിയായാൽ യുവാവാണ്, അപ്പൻ്റെ കൂടെ, ആണുങ്ങളുടെ കൂടെ. 12ാം വയസ്സിൽ 2 കൂട്ടത്തിലും നടക്കാം. യോസേപ്പ് കരുതി 12 ഉള്ളൂ, മറിയത്തിൻ്റെ കൂടെ. മറിയം കരുതി 12 ഉള്ളൂ, യോസേപ്പിൻ്റെ കൂടെ. പക്ഷേ വൈകിട്ട് 6 മണിക്ക് നോക്കുമ്പോൾ 2 കൂട്ടത്തിലുമില്ല. പിന്നെ അന്ന് തിരിച്ച് നടക്കാൻ അനുവാദമില്ല. 6 മുതൽ 6 വരെ നടക്കാൻ അനുവാദമുള്ളൂ. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഇവരിറങ്ങി. വൈകിട്ട് 6-ന് ചെന്നപ്പോൾ ദേവാലയം പൂട്ടിപ്പോയി. 3-ാം ദിവസം രാവിലെ ദേവാലയം തുറന്നപ്പോൾ അകത്ത് വന്ന് യേശുവിനെ കണ്ടുപിടിച്ചു, കൂട്ടിക്കൊണ്ടു പോന്നു. ഇന്നാണെങ്കിൽ നല്ല വഴക്കിന് വകുപ്പ്. മറിയം പറഞ്ഞേനെയും, അപ്പനല്ലേ കൊച്ചിനെ കൊണ്ടുപോയത്, എന്നാ ഇളക്കമായിരുന്നു, മോനെ കണ്ടുപിടിച്ചുകൊണ്ട് പോവാ. യോസേപ്പ് പറയും, പെറ്റവളാ പോറ്റേണ്ടത്, കൊച്ചിനോട് അമ്മയുടെ ഡ്യൂട്ടിയാണ്. ഒരു വഴക്കുമില്ല. 2 പേരും കൂടെ ചെന്നു, ഒരുമിച്ച് ഈശോയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. കുടുംബത്തിൽ മക്കൾ നല്ലവരാണെങ്കിൽ അപ്പം പറയും, എൻ്റെയാ, അതിൻ്റെ പകിട്ട. മോശമാണെങ്കിൽ നീ ആ പെറ്റത്, അതിൻ്റെ കോട്ടവാ. ഇതൊന്നുമില്ല. നന്മയാണോ തിന്മയാണോ ഒരുമിച്ച് ഓണപ്പ് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുവരുന്നു. യോസേപ്പ് പിതാവും മാതാവും വഴക്കുണ്ടാക്കിയെന്ന് ഈയിടെയാണ്. മനോരമ, ദീപിക, മാതൃഭൂമി, മംഗളത്തിൽ ഒരു വലിയ വാർത്ത. എവിടെ വെച്ചായിരുന്നു? ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു യോസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വഴക്ക്. പത്രത്തിൽ വലിയ വാർത്ത. സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. ഇതാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്, മറ്റു വഴക്കില്ലല്ലോ. ഒരിക്കൽ ഞാൻ ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ പാറേപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു, ദയവ് ചെയ്ത് അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ്റ് തോമസ് മാറിക്കിടക്കണം. എന്തെല്ലാം അറിയപ്പെടാ. വൈകുന്നേരം 4:30 തൊടുപുഴയിൽ ചെല്ലാൻ അനൗൺസ്മെൻറ്റ്, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. എന്തെല്ലാം അറിയിപ്പുകൾ. ഏറ്റവും രസമുള്ള വണ്ടി പാലായിലാണ്. വൈകുന്നേരം 4:30 പാലായിൽ നിന്നും 2 വണ്ടികൾ പോകും. ഒന്ന് പാല മരങ്ങാട്ടുപള്ളി കുറവലങ്ങാട് കുറുപ്പന്തറ വഴി പോകുന്ന ഒരു വണ്ടി. ആ വണ്ടിയുടെ പേരാണ് വൈക്കം വണ്ടി ചിലങ്ക. മറ്റൊരു വണ്ടി 4:30 പോവും. പാല മരങ്ങാട്ടുപള്ളി കുറവലങ്ങാട് കുറുപ്പന്തറ വഴി കല്ലറ, പഴയ കല്ലറയ്ക്ക് പോകുന്ന ബസ്. ആ ബസ്സിൻ്റെ പേര് ജീവൻ ട്രാവൽസ് എന്നാണ്. വൈകിട്ട് 4:00 അനൗൺസ്മെൻറ്റ് കേൾക്കാം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജീവൻ പോവുകയാണ്, കല്ലറിലേക്കുള്ളൊരു കടന്നു വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെയാണ് സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. മാതാവ് ഏറ്റവും വേദനിച്ച് ഈശോയെ കാണാതെ പോയ 3 ദിവസം, ആനന്ദിച്ചത് കണ്ടുകിട്ടിയ 3-ാം ദിവസം. നമ്മൾ 40 ദിവസങ്ങളിൽ ഇങ്ങനെ ചില ചെറിയ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഒരു ആത്മശോധന നടത്തണം. ക്രിസ്തു നഷ്ടപ്പെട്ട വീടാണോ എൻ്റെ വീട്? സന്ധ്യാപ്രാർത്ഥന നിന്നുപോയി, കുമ്പസാരം നിന്നുപോയി, കുർബാന നിന്നുപോയി, പള്ളിവരവ് നിന്നുപോയി, ബൈബിൾ വായന നിന്നുപോയി, കൺവെൻഷൻ നിന്നുപോയി, ധ്യാനം നിന്നുപോയെങ്കിൽ ഈശോ ഇറങ്ങിപ്പോയ വീടാ. ക്രിസ്തുവിനേക്ക് കണ്ടെത്തണം. നിത്യ കുടുംബ പ്രാർത്ഥന 1 തുടങ്ങണം. സന്ധ്യാപ്രാർത്ഥന 1 തുടങ്ങണം. യാമപ്രാർത്ഥനയാണെങ്കിൽ 1 തുടങ്ങണം. കുമ്പസാരം കുർബാനയ്ക്കൊക്കെ നമ്മൾ പോകണം. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് വീണ്ടെടുക്കണം. തന്നെയുമല്ല, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിർബന്ധമായി നമ്മൾ പള്ളിയിൽ കൊണ്ടുവരണം. കാരണം കൊറോണ കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്നും അകന്നുപോയ കുഞ്ഞുങ്ങൾ പൂർണ്ണമായി അകലാനുള്ള അപകട സാധ്യതയുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിർബന്ധമായി കൊണ്ടുവരണം. നിർബന്ധമായി ഓരോ അമ്മയുടെയും പണിയാണ് കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഈശോയെ പരിചയപ്പെടുത്തണം. പണ്ടങ്ങനല്ലായിരുന്നു. പണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പള്ളിയിൽ അമ്മ കൊണ്ടുവരും. കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഏതാ അമ്മേ? ആ കിളവൻ
കിളവനല്ല മോനെ യോസേപ്പ് പിതാവ്. ഈ മുട്ടത്തലേനോ അന്തോണിസ് പുണ്യാണ്, ആ പെണ്ണോ കൊച്ചു ത്രേസ്യ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ഈ കൊറോണ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അല്പം കൂടി ഈശോയെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തണം. 5 വയസ്സുള്ള മോനെ മാസ്കും വെപ്പിച്ച് അമ്മ കൊണ്ടുവന്നു. പള്ളിയുടെ പ്രധാന വാതിൽക്ക് വന്ന മോൻ അൾത്താരിലേക്ക് നോക്കിയിട്ട് അമ്മയെ നോക്കി പറയാം, അമ്മേ ബാഹുബലി, അമ്മേ ബാഹുബലി. കാരണം കൊറോണ കാലത്ത് ഇവൻ മാറി മാറി കണ്ട പടം മൊബൈലിൽ ബാഹുബലിയാണ്. പള്ളിയിൽ വന്നപ്പോൾ ആൾത്താരിയിൽ ഗീവ്രീസ് പുണ്യാളും കുതിരപ്പുറത്തിരിക്കുന്നു, അമ്മേ ബാഹുബലി. ഇത്രേ പരിചയമുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തണം. നിങ്ങളുടെയൊക്കെ മാതൃക കുഞ്ഞുങ്ങൾ പഠിക്കുകയും വേണം. കുഞ്ഞുങ്ങൾ പഠിക്കണം. കൊറോണ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെല്ലാവരും ടി വിയിൽ കുർബാന കാണുക. കുർബാന കാണുമ്പോൾ അപ്പൻ ഒരുങ്ങി തോർത്തൊക്കെ ഇട്ട് തോളിലിട്ട് മുറ്റത്ത് സ്റ്റെപ്പേലിരുന്ന് ടി വിയിലെ കുർബാന കാണുക. അപ്പോൾ ഭാര്യ പൊന്നു മനുഷ്യ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇല്ലടി, പള്ളിയിൽ പോകുന്ന ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം പുറത്തിരുന്ന കുർബാന കണ്ടിട്ടുള്ളൂ, അകത്തിരുന്ന് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നു നമ്മുടെ രീതികളും ശൈലികളും ഒക്കെ. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മക്കൾ അതല്ലേ കണ്ടുപഠിക്കുക. നിങ്ങളെങ്ങനെയാണോ മക്കൾ കണ്ടുപഠിക്കും. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയൂ, യൂണിവേഴ്സിറ്റി. അവൻ പറയുമ്പോൾ അലറി പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ കിള്ളി കിഴിക്ക് നുള്ളി അടിച്ചു. അവൻ അലറിക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞു കെട്ടി ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിരിഞ്ഞാലും വേണ്ടിയല്ല. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടി വെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. പിന്നെ അപ്പം പറയും സാറേ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ, അവന് അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെങ്ങനെയാണോ നമ്മുടെ മക്കളും അങ്ങനെയാണ്. മാതാവ് വഴി ഈശോ ഒരു പാഠം കൂടി നമുക്ക് തരുന്നു. ഈശോ മാതാവ് വഴി ഒരു പാഠം തരുന്നു. ഈശോ പറയുന്നു, ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടവരാകരുത്, ദൈവത്തിൽ നഷ്ടപ്പെട്ടവരാവുക. നമുക്ക് 2 വിധത്തിൽ നഷ്ടപ്പെടാം. 1 ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെടാം, 2 ദൈവത്തിൽ നഷ്ടപ്പെടാം. മറിയം ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടവളല്ല, ദൈവത്തിൽ നഷ്ടപ്പെട്ടവളാണ്. എപ്പോഴും സിനിമയും സീരിയലും ക്രിക്കറ്റും ഓളവും മേളവും രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് എപ്പോഴും ഓടുന്നവർ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെടും. അതേ സമയത്ത് മറിയത്തെ പോലെ ദൈവത്തിൽ നഷ്ടപ്പെടണം. മംഗളവാർത്ത കിട്ടിയ മറിയം മുഴുവൻ സമയം തന്നെ ദൈവത്തിലേക്ക് ചേർത്ത് വെച്ചവളാണ്. ആൾക്കൂട്ടത്തിലല്ല, ദൈവത്തിൽ അലിഞ്ഞേർന്ന നഷ്ടപ്പെട്ട ഒരു മറിയത്തെയാണ് കാണുക. ആ അമ്മ കുരിശിനെ എവിടെ ചേർന്നു എന്ന് നമ്മളോടും പറയുന്നു. ജീവിതത്തിൽ അമ്മ നമുക്ക് വേണ്ടി എന്നും മധ്യസ്ഥം വഹിക്കുന്നു. കാരണം പരിശുദ്ധ അമ്മ വേദനിക്കുമ്പം കൂടെ നിൽക്കുന്നവളാണ്. കുരിശിൻ ചുവട്ടിൽ കൂടെ നിന്നു. ജീവിതയാത്രയിൽ നമുക്കൊപ്പം കൂടെ നിൽക്കുന്ന ഒരമ്മ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഞാൻ എവിടെ ഇരുന്ന് വിളിച്ചാലും ആ നിമിഷം മറിയം എൻ്റെ അടുത്തുണ്ട്. പരിശുദ്ധ മറിയമേന്ന് ചെല്ലുമ്പോൾ മറിയം എൻ്റെ അടുത്തുണ്ട്. എത്രേൻ്റെയുള്ള മാതാവെന്ന് ചെല്ലുമ്പോൾ മറിയം എൻ്റെ അടുത്തുണ്ട്. ആ അമ്മയുടെ നീല അങ്കി കൊണ്ട് അമ്മ നമ്മളെ പുതപ്പിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും മറയ്ക്കട്ടെ. ആ ചൈതന്യത്തിൽ ആയിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്